വർഷം 2002 ഫെബ്രുവരി 22 സ്ഥലം മോസ്കോ. കഠിനമായ ശൈത്യകാല പ്രഭാതം. അസ്ഥികളിൽ വരെ ആഴ്ന്നിറങ്ങുന്ന കൊടും തണുപ്പ്. മോസ്കോ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ബിറ്റ്സ പാർക്കിലെ മഞ്ഞു മൂടിയ വനത്തിന് മുകളിൽ പ്രഭാതം വിരിഞ്ഞു വരുന്നു. മോസ്കോയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. പാർക്ക് ഒരു ശ്മശാനം പോലെ മൂകവും നിശബ്ദവുമായിട്ട് കാണപ്പെട്ടു. കാറ്റിൽ ഉലയുന്ന മരങ്ങളുടെ മർമ്മര ശബ്ദം ഒഴികെ ഒരിടത്തും യാതൊരു ചലനവുമില്ല. ആ സമയം പാർക്കിലെ തണുത്തുറഞ്ഞ നിലത്തിന് താഴെ ഒരു മാൻഹോളിന്റെ ഉള്ളിലായിട്ട് ഒരു യുവതി തന്റെ ജീവനു വേണ്ടി പോരാടുകയായിരുന്നു. പത്തൊൻപത് വയസ്സുള്ള മരിയ വിരിജേവയായിരുന്നു അത്. 3 മാസം ഗർഭിണിയാണ് മരിയ. അവളിപ്പോൾ ഉള്ളത് ബിറ്റ്സ പാർക്കിന്റെ അടിയിലായിട്ട് പല ദിശകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂഗർഭ മലിനജല വിതരണ ശൃംഖലയുടെ ഉള്ളിലാണ്. മരിയയ്ക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും മുകളിലേക്ക് എത്തിയേ മതിയാവൂ. പക്ഷെ അവൾക്കും ഉപരിതലത്തിനും ഇടയിൽ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. വലിയൊരു മാൻഹോളിനെ മൂടിയ ഭാരമുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചൊരടപ്പ്. അതാണ് അവളുടെ വഴി തടഞ്ഞത്. മരിയ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ ഇരുമ്പ് മൂടി തള്ളി മാറ്റുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതത്ര എളുപ്പമല്ല. അതിന് 90 പൗണ്ട് ഭാരമുണ്ട്. ഏതാനും ഇഞ്ചുകൾ മാത്രമാണ് അവൾക്കത് അനക്കുവാനായിട്ട് കഴിഞ്ഞത്. സഹായത്തിനു വേണ്ടി മരിയ അലറി നിലവിളിച്ചു. പക്ഷെ അവളിൽ നിന്നും പുറപ്പെട്ട ശബ്ദം വളരെ ദുർബലമായിരുന്നു. വീശിയടിക്കുന്ന കാറ്റിന്റെ ഹുങ്കാരത്തിൽ അതാരും കേട്ടുമില്ല. മരിയ നിരാശയായി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഭൂമിയിലെ തന്റെ സമയം തീരുകയാണ്. ആ നശിച്ചവന്റെ വാക്കും കേട്ട് ഇവിടേക്ക് വരുവാൻ തോന്നിയ സമയത്തെ മരിയ ശപിച്ചു. താനിതാ മരിക്കുകയാണ്, ഒപ്പം ലോകം കാണാത്ത തന്റെ കുട്ടിയും. സീരിയൽ കില്ലേഴ്സിന്റെ ചരിത്രം എടുത്താൽ അതിൽ ഒഴിച്ചു നിർത്തുവാനായിട്ട് കഴിയാത്ത വ്യക്തിത്വമാണ് അലക്സാണ്ടർ പിചുഷ്കിൻ. നമ്മൾ ഇതിനോടകം നിരവധി സീരിയൽ കില്ലേഴ്സിന്റെ കഥകൾ കണ്ടു കഴിഞ്ഞു. അവരിൽ നിന്നും ഈ കൊലയാളിയെ വ്യത്യസ്തനാക്കുവാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. ചെസ് ബോർഡിൽ കരുക്കൾ നീക്കും പോലെ വളരെ ലാഘവത്തോടെയാണ് ഇവൻ മനുഷ്യരെ കൊന്നു തള്ളിയത്. മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ഈ ക്രൂരനായ കൊലയാളി തന്റെ ഇരകളെ വെറും നിർജീവമായിട്ടുള്ള കരുക്കളെ പോലെയാണ് കണ്ടത്. സ്വയം ഒരു ദൈവമാണെന്ന് വിചാരിച്ച ഒരു സൈക്കോ. അതായിരുന്നു ചെസ് ബോർഡ് കില്ലർ എന്നും ബിറ്റ്സ പാർക്ക് മാനിയാക്ക് എന്നുമൊക്കെ ഓമന പേരിൽ അറിയപ്പെട്ട റഷ്യൻ കൊലയാളി അലക്സാണ്ടർ പിചുഷ്കിൻ. തന്റെ ഇരകളുടെ തലച്ചോറ് പുറത്തെടുത്ത് അതുവഴി അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ച ലോകം കണ്ട ഏറ്റവും അപകടകാരിയായിട്ടുള്ള കൊലയാളി. ഇന്ന് നമ്മൾ കാണുന്നത് അവന്റെ കഥയാണ്. മരണവുമായിട്ട് ചതുരംഗം കളിച്ച ഒരുവന്റെ കഥ. ചതുരംഗവും കൊലപാതകവും ഇഴപിരിഞ്ഞു കിടക്കുന്ന കഥ. ഒരു കൊലയാളിയുടെ കഥ മാത്രമല്ല ഇത്. അന്നത്തെ റഷ്യയുടെ സാംസ്കാരികവും സാമൂഹ്യപരവുമായിട്ടുള്ള ചരിത്രവും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ കൊലയാളിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള മേഖലയും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ മരിയയുടെ കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനു മുൻപ് ഞാനിന്ന് പറയുവാനായിട്ട് പോകുന്ന കഥയുടെ ഗൗരവം മനസ്സിലാക്കുവാനായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കോടതിയിൽ വെച്ച് അലക്സാണ്ടർ പിചുഷ്കിൻ പറഞ്ഞ വാക്കുകളാണ് ഇവയെല്ലാം. എന്നെ സംബന്ധിച്ച് കൊലപാതകമില്ലാത്ത ജീവിതം ആഹാരമില്ലാത്ത ജീവിതം പോലെയാണ്. ഒരു മനുഷ്യൻ്റെ വിധി ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ദൈവമായിട്ട് മാറുന്നു. അവന് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന ദൈവം. നിങ്ങൾ എന്നെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ഒരിക്കലും നിർത്തുമായിരുന്നില്ല. ആ ചെസ് ബോർഡിലെ 64 കളങ്ങളും ഞാൻ പൂർത്തിയാക്കുമായിരുന്നു. ഓരോ കളത്തിനും ഓരോ ജീവൻ വെച്ചുള്ള ആ കളി പൂർത്തിയാക്കുവാനായിട്ട് കഴിയാത്തതിൽ എനിക്കുള്ള നിരാശ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കന്നി കൊലപാതകം കന്നി പ്രണയം പോലെയാണ്. അത് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. ഇരയുടെ തലയോട് അടിച്ചു തകർത്ത് അവരുടെ തലച്ചോറിലേക്ക് വോഡ്കയുടെ കുപ്പി അടിച്ചു കയറ്റുമ്പോൾ സുതാര്യമായിട്ടുള്ള സ്ഫടികത്തിലൂടെ അവരുടെ മനസ്സിലെ ചിന്തകൾ എനിക്ക് വായിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. റഷ്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറും അതുപോലെ 52 പേരെ കൊന്നവനുമായ ആൻഡ്രേ ചിക്കാറ്റിലോ എന്ന കൊലയാളിയെക്കുറിച്ച് ഇവൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിതാണ്: ആൻഡ്രേ ചിക്കാറ്റിലോയെ ഞാനുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അയാൾ എൻ്റെ മുൻപിൽ വെറും ശിശുവാണ്. ഈ കളിയിൽ യഥാർത്ഥ മാസ്റ്റർ ഞാനാണ്. അവനേക്കാളും കൂടുതൽ ഞാൻ കൊന്നിട്ടുമുണ്ട്. ശിക്ഷ വിധിക്ക് മുൻപ് കോടതി ഇവനോട് അവസാനമായിട്ട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിന് അലക്സാണ്ടർ കൊടുത്ത മറുപടി ഇതായിരുന്നു: ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. നിങ്ങൾ എന്നെ പുറത്തുവിട്ടാൽ ഞാൻ ഇനിയും കൊല്ലും. എന്നെ തടവിലാക്കുക. അതാണ് സമൂഹത്തിന് നല്ലത്. അലക്സാണ്ടർ പിചുഷ്കിൻ എത്രമാത്രം ക്രൂരനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ വാക്കുകൾ ധാരാളമാണ്. കഥയിലേക്ക് പോവാം. അലക്സാണ്ടർ യൂറിയോവിച്ച് പിചുഷ്കിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒന്നാമത്തെ നഷ്ടം അവൻ ജനിച്ച 1-ാം പിറന്നാളിന് മുൻപാണ് സംഭവിച്ചത്.
1974 ഏപ്രിൽ 9 അലക്സാണ്ടർ ജനിച്ചത്. അലക്സാണ്ടർ ജനിച്ച് അധികം വൈകാതെ അവൻ്റെ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള യാതൊരു ഓർമ്മയും ഇല്ലാതെയാണ് ആ കുട്ടി വളർന്നത്. പിജുഷ്കിൻ്റെ അമ്മ നതാഷയ്ക്ക് ഇതോടെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വന്നു. മോസ്കോയിലെ കെർസൺ സ്ക്വയറിലെ എസ്റ്റേറ്റിലായിരുന്നു അവരുടെ വീട്. നടാഷയ്ക്ക് 11 വയസ്സുള്ളപ്പോൾ മുതൽ അവരുടെ കുടുംബം 2 കിടപ്പുമുറികളുള്ള ഇതേ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചു വന്നത്. ചുരുക്കത്തിൽ അവൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ചുറ്റുപാടുകളാണ് അവിടം. സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ പൊതുഭവന പദ്ധതികളിൽ ഒന്നിൻ്റെ ഭാഗമായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റുകൾ. ധാരാളം ആളുകൾ ഇവിടെ ഇടതിങ്ങി താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത അന്തരീക്ഷം. എങ്കിലും അവിടെയുള്ളവർ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് മടിച്ചു. അതിന് കാരണം അതിനോട് ചേർന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പാർക്കായിരുന്നു. ബിറ്റ്സ എന്നറിയപ്പെടുന്ന, ചുരുക്കപ്പേരിൽ നാട്ടുകാർ BTK പാർക്ക് എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്ത് എത്തുവാൻ അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും വെറും 6 മിനിറ്റ് നടപ്പ് വഴിയേ ഉള്ളൂ. വെള്ളി നിറമുള്ള ബിർച്ച് മരങ്ങളും തെളിഞ്ഞ അരുവികളും ഒഴുകുന്ന 7 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായിട്ടുള്ളൊരു വനപ്രദേശമാണ് ബിറ്റ്സ പാർക്ക്. മോസ്കോയിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും മോചനം തേടി ഇവിടേക്ക് എല്ലാ ദിവസവും ആളുകൾ വരാറുണ്ട്. പിജുഷ്കിന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗമായിരുന്നു ബിറ്റ്സ പാർക്ക്. വളർന്നപ്പോൾ അവൻ്റെ അമ്മയും മുത്തച്ഛനും അവനെ മിക്കപ്പോഴും അതുവഴി നടക്കുവാനോ അതുപോലെ അവിടെയുള്ള പാർക്കിൽ കളിക്കുവാനോ കൊണ്ടുപോകുമായിരുന്നു. ആ പാർക്കിൽ വെച്ചാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് അവനൊരു അപകടമുണ്ടായത്. അതാണ് അവൻ്റെ ജീവിതത്തെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചതും. അവൻ്റെ മാത്രമല്ല, അനേകരുടെ ജീവിതത്തെയാണ് പിൽക്കാലത്ത് ആ അപകടം മാറ്റിമറിച്ചത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം, പിജുഷ്കിന് അപ്പോൾ 4 വയസ്സാണ് പ്രായം. അവൻ്റെ അമ്മ അവനെ ഊഞ്ഞാലാട്ടുവാനായിട്ട് പാർക്കിലേക്ക് കൊണ്ടുവന്നു. നടാഷയുടെ അശ്രദ്ധ മൂലമാവാൻ കുട്ടിയായിട്ടുള്ള അലക്സാണ്ടർ ഊഞ്ഞാലിൽ നിന്നും പിന്നിലേക്ക് മറിഞ്ഞു വീണു. ശക്തമായി നിലത്തേക്ക് പുറമടിച്ച് വീണ അവൻ ഒരു അന്താളിപ്പോടെ ഞെട്ടി എഴുന്നേറ്റ് നിലത്തിരുന്നു. അപ്പോഴാണ് അടുത്ത അപകടം ഉണ്ടായത്. മുൻപോട്ട് പോയ ഊഞ്ഞാൽ അതുപോലെ തന്നെ അതിശക്തമായിട്ട് പിന്നിലേക്ക് പാഞ്ഞു വന്ന് അവൻ്റെ നെറ്റിയിലിടിച്ചു. അതിനുശേഷം ആ കുട്ടി ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. പിൽക്കാലത്ത് നടാഷ പറഞ്ഞത് ഈ അപകടത്തിന് ശേഷം തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കാണപ്പെട്ടു എന്നാണ്. അവൻ പെട്ടെന്ന് കോപിക്കുന്നവനും അസ്ഥിരനുമായി. ശാന്തമായിട്ടിരിക്കുമ്പോഴായിരിക്കും അലക്സാണ്ടർ യാതൊരു കാരണവുമില്ലാതെ പൊട്ടിത്തെറിക്കുന്നത്. അതുപോലെ തിരിച്ചും 4 വയസ്സുള്ളപ്പോൾ സംഭവിച്ച ഈ ആഘാതം അവൻ്റെ തലച്ചോറിൽ അപ്പോഴും വികസിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ടൽ ലോബ് എന്ന ഭാഗത്തിന് എന്നേക്കുമായിട്ട് കേടുപാടുകൾ വരുത്തി. നമ്മുടെ തലച്ചോറിലെ ഫ്രണ്ടൽ ലോബാണ് വ്യക്തിത്വം നിയന്ത്രിക്കുന്നത്. ഫ്രണ്ടൽ ലോബിൽ സംഭവിക്കുന്ന ക്ഷതം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അത് വ്യക്തിത്വ വൈകല്യത്തിന് കാരണമാകുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് സ്വീഡിഷ് ഗവേഷകർ 2014 നടത്തിയ പഠനമനുസരിച്ച് 4-ൽ 1 സീരിയൽ കില്ലർക്ക് അവരുടെ ചെറുപ്പത്തിൽ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കോ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും 1978 ഉണ്ടായ ഈ അപകടം പിജുഷ്കിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. അവന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചരിത്രത്തിൽ വളരെ കുറവാണ്. എങ്കിലും കിട്ടുന്നത് വെച്ച് ഞാനൊരു ടൈം ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അപകടത്തിന് ശേഷം പിജുഷ്കിന്റെ പഠന നിലവാരം കുത്തനെ താഴേക്ക് പോയി. സഹപാഠികൾ അവനെ മന്ദബുദ്ധി എന്ന് വിളിച്ചു. സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവന് പഠനം തുടരുവാനായിട്ട് കഴിയില്ല എന്നും മനസ്സിലാക്കിയ നതാഷ അവനെ വൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റി. മുൻപ് പഠിച്ച സ്കൂളിലെ കുട്ടികൾ അവനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് പുതിയ സ്കൂളിലേക്കുള്ള ഈ സ്ഥലമാറ്റം അവന് വലിയൊരു ആശ്വാസമായിരുന്നു നൽകിയത്. എന്നാൽ അവൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. പുതിയ സ്കൂളിലെ കുട്ടികളും അവനെ ഒറ്റപ്പെടുത്തി. മന്ദബുദ്ധി എന്ന് അവരും അവനെ വിളിച്ചു. അതവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. മറ്റുള്ളവരെ വെറുക്കുവാനുള്ള ആദ്യ പാഠങ്ങൾ പിജുഷ്കിൻ പഠിച്ചത് ഇവിടെ വെച്ചാണ്. വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. പിജുഷ്കിൻ്റെ അയൽക്കാരിയായ സ്വറ്റ്ലാന ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മൃഗങ്ങളോട് വളരെ സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു അവൻ. ഒരു ദിവസം അപ്പാർട്ട്മെന്റിലെ കെട്ടിടത്തിലെ പടിക്കെട്ടിൽ ഇരുന്ന് പിജുഷ്കിൻ വാവിട്ട് കരയുന്നത് അവർ കണ്ടു. അവൻ്റെ വളർത്തുപൂച്ച അന്ന് ചത്തുപോയിരുന്നു. അവനത് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു സീരിയൽ കില്ലറിൻ്റെ ബാല്യവുമായിട്ട് ഈ ചിത്രം ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. സാധാരണയായിട്ട് സീരിയൽ കില്ലേഴ്സിൻ്റെ ബാല്യം പഠിക്കുമ്പോൾ അവർ മൃഗങ്ങളോട് വലിയ ക്രൂരത കാണിക്കാറുണ്ട്. എന്നാൽ പിജുഷ്കിൻ മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങളെയും അവരുടെ കൂട്ടുകെട്ടുമാണ് ആഗ്രഹിച്ചത്. അതിനൊരു അപവാദം എന്ന് പറയേണ്ടത് അവൻ്റെ മുത്തച്ഛനായിരുന്നു. അവൻ അദ്ദേഹത്തെ ജീവനായിരുന്നു. പിജുഷ്കിനെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും മന്ദബുദ്ധി എന്ന് വിളിച്ചെങ്കിലും അവൻ്റെ മുത്തച്ഛൻ മാത്രമാണ് അവൻ അസാധാരണമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അവനെ ശരിയായ ദിശയിൽ നയിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ലാത്ത അവൻ തൻ്റെ പിതാവിനെയാണ് മുത്തച്ഛനെ കണ്ടെത്തിയത്. 1982 അവൻ്റെ അമ്മ നതാഷയ്ക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. അവൾക്ക് കത്തിയ എന്ന് പേരിട്ടു. അതോടെ 2 മുറി മാത്രമുള്ള അപ്പാർട്ട്മെൻറ്റിൽ തിരക്ക് വർദ്ധിച്ചു. ഇതോടെ തൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് അവൻ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് താമസം മാറി. പഠനത്തിന് പുറമെ അവൻ്റെ ബൗദ്ധിക നിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് മുത്തച്ഛൻ പരിശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ്:
റഷ്യയുടെ ദേശീയ വിനോദമായ ചെസ് അവനെ പരിചയപ്പെടുത്തി. 1917 വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ ചെസ്സിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ ഗെയിമിൽ അഭിമാനകരമായൊരു ചരിത്രവും അവർക്കുണ്ട്. ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഗവൺമെന്റ് വലിയ ധനസഹായവും നൽകിയിരുന്നു. റഷ്യക്കാർ ചെസ്സിനെ ഒരു കളിയേക്കാളും കൂടുതലായി അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. അതവർക്ക് വെറും ഒരു ഗെയിം അല്ലായിരുന്നു. വൈദഗ്ധ്യം, തന്ത്രം, അച്ചടക്കം അങ്ങനെ തുടങ്ങിയ അവരുടെ ആദർശത്തിന്റെയും വ്യക്തിത്വ രൂപീകരണത്തിന്റെയും ഭാഗമായിരുന്നു അത്. അപ്പോഴേക്കും കൗമാര പ്രായത്തിലേക്ക് കടന്ന പിജുഷ്കിന് വലിയൊരു വഴിത്തിരിവായിട്ട് ചെസ് മാറി. പഠിച്ച സ്കൂളിലും വളർന്ന സമൂഹത്തിലും അപമാനം മാത്രമേറ്റ അവനെ മികവ് പുലർത്തുവാനും മറ്റുള്ളവരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങുവാനുമുള്ള ഒരേ ഒരു മാർഗമായിരുന്നു അത്. വൈകാതെ മുത്തശ്ശൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഇനി മുതൽ നീ ഞാനുമായിട്ട് ചെസ് കളിച്ചാൽ മാത്രം പോരാ, നിന്റെ കഴിവുകൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രകടിപ്പിക്കണം. നീ ഇപ്പോൾ അതിന് തയ്യാറാണ്. അവന് അരങ്ങേറ്റം കുറിക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ബിറ്റ്സ പാർക്ക്. വിശാലമായ ഈ പാർക്കിൽ ശൈത്യകാലത്ത് സ്കീയർമാരും വേനൽക്കാലത്ത് പ്രണയ ജോഡികളും വർഷം മുഴുവനും ജോഗിങ്ങിനും മറ്റുമായിട്ട് ആളുകൾ വരാറുണ്ട്. അതുപോലെ ചെസ് കളിക്കാർക്ക് അതൊരു പറുദീസ കൂടിയായിരുന്നു. ബിറ്റ്സ പാർക്കിലെ നിരവധി ബെഞ്ചുകളിൽ ജീവിതകാലം മുഴുവനും ചെസ് കളിച്ചുകൊണ്ടിരുന്നവരും ഈ ഗെയിമിൽ വിദഗ്ധരുമായിട്ടുള്ള പ്രായമുള്ള നിരവധി ആളുകളെ എപ്പോഴും കാണാം. വിദഗ്ധരായിട്ടുള്ള ഗെയിമേഴ്സിനെതിരെ അവൻ കരുക്കൾ നീക്കുവാനായിട്ട് തുടങ്ങി. തുടക്കത്തിൽ അവരുടെ മുൻപിൽ അവൻ പരാജയപ്പെട്ടു. പോകെ പോകെ അവൻ വിജയത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങി. വൈകാതെ പിജുഷ്കിൻ മികച്ച ഒരു ഗെയിമറായി. സമൂഹത്തിനെതിരെ തന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ കോപവും വെറുപ്പും അവൻ ചെസ്സിലെ കരുക്കളിൽ തീർത്തു. എതിരാളിയുടെ കാലാളും ബിഷപ്പും ക്വീനും കുതിരയും വെട്ടിനിരത്തി മുന്നേറുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു സംതൃപ്തി നിറഞ്ഞു. ഓരോ വിജയവും അവന്റെ ഉള്ളിലെ വൈകാരികമായിട്ടുള്ള മുറിവുകളെ ആശ്വസിപ്പിച്ചു. താൻ വെട്ടിയിടുന്ന കരുക്കളിൽ തനിക്ക് ചുറ്റുമുള്ള തന്നെ വേദനിപ്പിച്ച മനുഷ്യരുടെ മുഖങ്ങൾ അവൻ കണ്ടു. സാങ്കല്പികമായ ഒരു പ്രതികാരമായിരുന്നു അത്. വൈകാതെ പാർക്കിലെ പ്രഗത്ഭരായിട്ടുള്ള ചെസ് കളിക്കാർക്കിടയിൽ അവനും ഒരു സ്ഥാനം നേടിയെടുത്തു. സ്കൂളിലെ സഹപാഠികളെക്കാൾ കൂടുതൽ അടുപ്പം, സദാസമയവും വോഡ്ക കുടിക്കുന്ന, ചതുരംഗത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച ഈ വൃത്തരോട് അവന് തോന്നി. പക്ഷെ അവന്റെ സന്തോഷത്തിന് ആയുസ് വളരെ കുറവായിരുന്നു. വൈകാതെ അവന്റെ ജീവനായിട്ടുള്ള മുത്തശ്ശൻ മരിച്ചു. അയാൾ അവന് മുത്തശ്ശൻ മാത്രമായിരുന്നില്ല, സ്വന്തം പിതാവിന് തുല്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അവനെ വല്ലാതെ ബാധിച്ചു. പിജുഷ്കിൻ വലിയ വിഷാദത്തിലേക്ക് വീണു. മുത്തശ്ശന്റെ മരണത്തോടെ അവൻ തിരികെ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറി. അതോടെ അപ്പാർട്ട്മെന്റ് വീണ്ടും തിങ്ങി നിറഞ്ഞു. അപ്പാർട്ട്മെന്റിലെ സ്വീകരണ മുറി അവന്റെ കിടപ്പുമുറിയായിട്ട് മാറി. ആ ഒരു ക്ലോസ്ട്രോഫോബിക് ജീവിത സാഹചര്യം അവന്റെ മാനസികാവസ്ഥയെ വീണ്ടും വളരെ മോശമാക്കി. പഴയതുപോലെ അവൻ മൃഗങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങി. ഒരു നായയെ വളർത്തുവാൻ തീരുമാനിച്ചു. ആ നായ ആയിരുന്നു അവന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. ബിറ്റ്സ പാർക്കിൽ മണിക്കൂറുകളോളം അവൻ ചെലവഴിച്ചു. ബിർച്ച് മരങ്ങൾക്കിടയിലൂടെ തന്റെ നായയുമായിട്ട് ദീർഘനേരം നടന്നു. തന്റെ മനോവേദനയ്ക്കും അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന തലവേദനയ്ക്കും ആശ്വാസം കിട്ടുവാനായിട്ട് മദ്യപാനം തുടങ്ങിയതും ആ കാലത്താണ്. മുത്തച്ഛന്റെ വിയോഗം അവന് നൽകിയ വേദന അത്ര വലുതായിരുന്നു. തന്റെ മനോവേദനയ്ക്ക് വോഡ്കയും ആശ്വാസം തരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ വീണ്ടും ചെസ്സിലേക്ക് മടങ്ങി. എന്നാൽ അവിടെയും ഒരു ശൂന്യത ഉണ്ടായിരുന്നു. മുത്തശ്ശന്റെ സാന്നിധ്യവും പ്രോത്സാഹനവും ഇപ്പോഴില്ല. അതുകൊണ്ട് ചെസ്സും അവനെ സംതൃപ്തനാക്കിയില്ല. എന്നാൽ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചിരുന്നു. എതിരാളിയുടെ മേൽ ചെസ് നൽകുന്ന ആധിപത്യ ബോധം പിജുഷ്കിൻ ആസ്വദിച്ചു. തോറ്റു എന്നു മനസ്സിലാകുമ്പോൾ എതിരാളിയുടെ കണ്ണുകളിലെ നിരാശാഭാവം ഒരു ലഹരി അവന് സമ്മാനിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് അല്പം മാത്രമാണ് ആയുസുള്ളൂ. അടുത്ത ഗെയിമിലേക്ക് കടക്കുമ്പോൾ എല്ലാം പഴയതുപോലെയാവും. അതുകൊണ്ട് തന്നെ എത്ര കളികളിൽ വിജയിച്ചാലും ചെസ്സിനും അവന്റെ മനസ്സിനെ സ്ഥിരമായിട്ട് സന്തോഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയത്താണ് ബോർഡിൽ താൻ വെട്ടിവീഴ്ത്തുന്ന കരുക്കളുടെ സ്ഥാനത്ത് യഥാർത്ഥ മനുഷ്യരാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. നിർജീവമായ കരുക്കൾ വെട്ടിയിടുമ്പോൾ തനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് മനുഷ്യരാണെങ്കിൽ അത് നൽകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. ജീവന് വേണ്ടി അവർ കേണപേക്ഷിക്കുമ്പോൾ അവരുടെ മേൽ തനിക്കൊരു ആധിപത്യ മനോഭാവം കിട്ടും. താൻ ദൈവമാവുകയാണ്, തൻ്റെ ഇരകളുടെ വിധി നിർണയിക്കുന്ന ദൈവം. വൈകാതെ സ്കൂൾ പഠനം മതിയാക്കി അവനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. തന്നെ അവഗണിച്ച, പരിഹസിച്ച ഈ ലോകത്തിനു മുൻപിൽ ഒരു അസാധാരണക്കാരനാകുവാനായിട്ട് അവൻ കൊതിച്ചു. തൻ്റെ പേരെ എങ്ങനെയെങ്കിലും ചരിത്രത്തിൽ എഴുതപ്പെടണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്നാൽ 1992 അവന് തൻ്റെ വഴി മനസ്സിലായി. അലക്സാണ്ടറിന് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു റോൾ മോഡലിനെ കിട്ടുകയാണ്. അയാളെ അവനൊരു റോൾ മോഡൽ മാത്രമായിട്ടല്ല, എല്ലാം തികഞ്ഞ ഒരു എതിരാളിയായിട്ടാണ് കണ്ടത്. ആ വർഷം അവന് 18 വയസ്സ് തികഞ്ഞു. അപ്പോഴാണ് ഒരു വാർത്ത ലോകമാസകലം കാട്ടുതീ പോലെ വ്യാപിച്ചത്. 52 കൊലകൾ നടത്തിയ സോവിയറ്റ് സീരിയ കില്ലറായ ആൻഡ്രോ ചിക്കാറ്റിലോയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അവന്റെ വിചാരണയും വിധിയുമാണ് റഷ്യയിലെ പ്രധാന വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ കൊലയാളിയായിരുന്നു ചിക്കാറ്റിലോ.
റോസ്തോവിലെ കശാപ്പുകാരൻ എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടത്. ചിക്കാറ്റിലോ നടത്തിയ കൊലകളെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നത് റഷ്യക്കാരെല്ലാം വളരെ ഭീതിയോടെയാണ് വായിച്ചത്. എന്നാൽ പിജുഷ്കിൻ മാത്രം അതിൽ നിന്നും വലിയൊരു പ്രചോദനം ഉൾക്കൊണ്ടു. ചിക്കാറ്റിലോയുടെ ജീവിതം അവനെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു. ഒരു സാധാരണ മനുഷ്യന് വളരെ നിസ്സാരമായിട്ട് രാജ്യത്തിലെ സംസാര വിഷയമാകുവാനായിട്ട് കഴിയും. അതുവഴി ചരിത്രത്തിലൊരു സ്ഥാനം പിടിക്കുവാനും കഴിയും. വെറുതെ കൊലപാതകം ചെയ്താൽ മാത്രം മതി. ഇതോടെ അവനിൽ ഒരു മത്സരബുദ്ധി ഉണർന്നു. ചിക്കാറ്റിലോയെ പോലെ ലോകത്തെ ഞെട്ടിച്ചൊരു കൊലയാളിയാകുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അതും കൂടാതെ ഒരു ലക്ഷ്യവും നിർണയിച്ചു. ചിക്കാറ്റിലോ സ്ഥാപിച്ച കിൽ കൗണ്ടിനെ മറികടക്കുക. അതുവഴി റഷ്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറായിട്ട് മാറുക. അവൻ്റെ മനസ്സിൽ ഒരു ചതുരംഗ പലക നിവർന്നു. അതിൻ്റെ ഒരു വശത്ത് ആൻഡ്രേ ചിക്കാറ്റിലോയും മറുവശത്ത് അലക്സാണ്ടർ പിജുഷ്കിനും ഇരുന്നു. ഇനി തൻ്റെ മത്സരം റോസ്തോവിലെ ബുച്ചറുമായിട്ടാണ്. ഈ കളിയിൽ താൻ അയാളെ തോൽപ്പിക്കും. ഇത്തവണ അവൻ്റെ മുൻപിലിരിക്കുന്ന ചതുരംഗ പലകയിലെ കരുക്കൾ മരം കൊണ്ട് നിർമ്മിച്ചതല്ല, മറിച്ചത് മനുഷ്യരാണ്. ആ ചതുരംഗ പലകയിൽ ഇതിനോടകം 52 നീക്കങ്ങൾ ചിക്കാറ്റിലോ നടത്തിയിരുന്നു. ഇനി തൻ്റെ ഊഴമാണ്, അവനെ തോൽപ്പിക്കുവാനുള്ള ഊഴം. പിന്നീട് വന്ന വർഷങ്ങളിൽ പിജുഷ്കിൻ തൻ്റെ ജീവിതകാലം മുഴുവനും നീളുന്നൊരു മത്സരം റോസ്തോവിലെ കശാപ്പുകാരനുമായിട്ട് ആരംഭിച്ചു. അതൊരു ഏകപക്ഷീയ മത്സരമായിരുന്നു. ജയിലിന് പുറത്ത് തൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഒരാൾ തയ്യാറെടുക്കുന്ന കാര്യമൊന്നും ചിക്കാറ്റിലോ അറിഞ്ഞിരുന്നില്ല. 1992 വേനൽക്കാലത്ത് 18 വയസ്സുള്ള അലക്സാണ്ടർ ഒരു നിർണായക തീരുമാനമെടുത്തു: ക്രൂരനായൊരു സീരിയൽ കില്ലർ ആവുക. അതേസമയം ആൻഡ്രോ ചിക്കാറ്റിലോയുടെ വിചാരണയും മറ്റു കാര്യങ്ങളും റഷ്യൻ ജനത ആകാംക്ഷയോടെ നോക്കി കാണുകയാണ്. പിജുഷ്കിൻ ചിക്കാറ്റിലോയെ മറികടന്ന് ഇതിഹാസ തുല്യനായ ഒരു കൊലയാളിയാകുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അതവന് ഒറ്റയ്ക്ക് ചെയ്യുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ജീവിതം മുഴുവനും ഒരു ഏകാഗിയായിട്ട് ജീവിച്ച അവന് എടുത്തു പറയുവാനായിട്ട് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ മനസ്സിലാക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ച ഒരു കൂട്ടുകാരൻ. അവൻ്റെ പേരാണ് മിഖായേൽ ഔച്ചുക്ക്. 1992 ജൂലൈ 27 ഉച്ച കഴിഞ്ഞ സമയം അലക്സാണ്ടർ മിഖായേലിനെ പാർക്കിലൂടെ തൻ്റെ കൂടെ നടക്കുവാനായിട്ട് ക്ഷണിച്ചു. ഇരുവരും പാർക്കിൻ്റെ ഉള്ളിലേക്ക് മരങ്ങൾ നിറഞ്ഞ ഭാഗത്തുകൂടി നടന്നു. ഇതിനിടയിൽ മിഖായേൽ എന്താണ് നമ്മുടെ പദ്ധതി എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ നിസ്സംഗതയോടെ അലക്സാണ്ടർ താനൊരു കൊലപാതക പരമ്പരയ്ക്ക് തുറക്കമിടുകയാണെന്നും ആൻഡ്രേ ചിക്കാറ്റിലോയുടെ റെക്കോർഡ് തകർക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിന് നിന്റെ സഹായം വേണമെന്നും പറഞ്ഞു. മിഖായേലിന് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എങ്കിലും അവനെ സന്തോഷിപ്പിക്കുവാനായിട്ട് താനും അവൻ്റെ കൂടെ കൂടാമെന്ന് സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ അലക്സാണ്ടറിന് വലിയ സന്തോഷമായി. തൻ്റെ മനസ്സിനിണങ്ങിയ ഒരു കൂട്ടാളിയെ ഇതാ ലഭിച്ചിരിക്കുന്നു. തൻ്റെ മനസ്സിലെ ഇരുണ്ട ചോദനകളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരുവൻ. തുടക്കത്തിൽ ഇതവൻ്റെ വെറും തമാശ മാത്രമാണെന്നാണ് മിഖായേൽ വിചാരിച്ചത്. എന്നാൽ BTK പാർക്കിലൂടെ നടക്കും തോറും പിജുഷ്കിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റം അവൻ കണ്ടു. അവൻ തങ്ങളെ മറികടന്നു പോകുന്ന ആളുകളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്, പറ്റിയ ഇര ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട്. നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഇര വീടില്ലാതെ പാർക്കിൽ കിടന്നുറങ്ങുന്ന ഒരാളായിരിക്കുമെന്ന് അലക്സാണ്ടർ മിഖായേലിനോട് പറഞ്ഞു. ഇപ്പോഴാണ് മിഖായേൽ ശരിക്കും ഞെട്ടിയത്. ഇതൊരു തമാശയല്ലെന്ന് അവന് മനസ്സിലായി. പിജുഷ്കിൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. അവൻ അസ്വസ്ഥനായി. അയാൾ വിഷയം മാറ്റുവാനും പിജുഷ്കിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ശ്രമിച്ചു. അപ്പോഴാണ് അലക്സാണ്ടർ ആ സത്യം മനസ്സിലാക്കിയത്. മിഖായേൽ താൻ പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് തുടക്കത്തിൽ താനും കൂടെയുണ്ടെന്ന് അവൻ പറഞ്ഞത്? അതിനർത്ഥം അവൻ തന്നെ ഇത്രയും നേരം കളിയാക്കുകയായിരുന്നു. ജീവിതകാലം മുഴുവനും സമൂഹത്തിന്റെ പരിഹാസം ഏറ്റവനാണ് അലക്സാണ്ടർ. അവനാകെ വിശ്വാസമുള്ള ഒരേ ഒരു കൂട്ടുകാരൻ മിഖായേൽ മാത്രമാണ്. ഇപ്പോഴിതാ അവനും തന്നെ പരിഹസിക്കുന്നു. ഇത് അവനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്ക് പാർക്കിന്റെ ഉള്ളിലേക്ക് പോകാം, ആരെങ്കിലും അവിടെ ഉണ്ടാകും. അയാളെ കൊല്ലാമെന്ന് പറഞ്ഞ അലക്സാണ്ടർ പാർക്കിന്റെ ഉള്ളിലേക്ക് ആൾനടപ്പില്ലാത്ത വനത്തിലേക്ക് നടന്നു. തൊട്ടു പിന്നാലെ മിഖായേലും. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അവർ ഏറെ നേരം അതുവഴിക്ക് നടന്നു. വൈകാതെ സന്ധ്യ മയങ്ങി. നമുക്ക് പോകാം, ഇവിടെ നമുക്ക് പറ്റിയ ഇരകൾ ആരുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വരാമെന്ന് മിഖായേൽ പറഞ്ഞു. എന്നാൽ അതിന് മറുപടിയായിട്ട് പിജുഷ്കിൻ വല്ലാത്തൊരു ശബ്ദത്തിൽ പറഞ്ഞു, ആര് പറഞ്ഞു ഇരയെ കിട്ടിയില്ലെന്ന്? ഒന്നാമത്തെ ഇരയെ കെട്ടിക്കഴിഞ്ഞു. മിഖായേൽ ഞെട്ടലോടെ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരുമില്ല, ഇവിടെ എങ്ങും ആരുമില്ല. നമുക്ക് നാളെ വീണ്ടും വരാമെന്ന് അവൻ പറഞ്ഞു. ഇല്ല, നാളെ വരേണ്ട കാര്യമില്ല, ഇരയെ കിട്ടിക്കഴിഞ്ഞു എന്ന് പിജുഷ്കിൻ വീണ്ടും പറഞ്ഞു. അടുത്ത നിമിഷം അവൻ തൻ്റെ ജാക്കറ്റിൽ മറച്ചു വെച്ചിരുന്ന ചുറ്റികയെടുത്ത് മിഖായേലിൻ്റെ തലയുടെ പിന്നിൽ ആഞ്ഞടിച്ചു. അവൻ വിറച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. അലക്സാണ്ടർ വീണ്ടും വീണ്ടും ഏകദേശം 20 തവണ മിഖായേലിൻ്റെ തലയുടെ പിന്നിൽ അടിച്ചു. അവൻ്റെ തലയോട് പൊട്ടിത്തകർന്നു. ഒടുവിലൊന്ന് കോച്ചി വിറച്ച് അവൻ നിശ്ചലനായി. അതിനുശേഷം ആ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ച് പാർക്കിൻ്റെ വടക്ക് വശത്തുള്ള തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പിജുഷ്കിൻ നടന്നു. ചിക്കാറ്റിലോയുമായിട്ട് നടത്തുന്ന മത്സരത്തിൽ അവനിതാ ഒന്നാമത്തെ കരു നീക്കിയിരിക്കുന്നു. ഈ ഗെയിം, അതായത് കൊലപാതകം, അവനൊരു ഹൈ നൽകി. ഒരു മയക്കുമരുന്നിനും നൽകുവാൻ കഴിയാത്ത ഹൈ. പിന്നീട് പലപ്പോഴും അതുവഴിക്ക് അവൻ പോയിരുന്നു.
മിഖായേൽ മരിച്ചു കിടന്ന സ്ഥലത്ത് അനേക സമയം വെറുതെ അങ്ങനെ ഇരിക്കും, തൻ്റെ ഒന്നാമത്തെ കൊലയുടെ ഓർമ്മകൾ ആസ്വദിക്കുവാനായിട്ട്. പക്ഷേ അടുത്ത ദിവസം മിഖായേലിൻ്റെ ജഡം കാട്ടിൽ നിന്നും കണ്ടെത്തി. പോലീസിൻ്റെ അന്വേഷണം പിജുഷ്കിൻ്റെ അടുക്കലും എത്തി. അതോടെ അവൻ്റെ ആഹ്ലാദം പരിഭ്രാന്തിക്ക് വഴിമാറി. മിഖായേലിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ കുറച്ച് റിപ്പോർട്ടുകൾ മാത്രമാണ് നിലവിലുള്ളൂ. പോലീസിന്റെ അന്വേഷണം അവന് നേർക്ക് തിരിയുവാനുള്ള കാരണം ഇതായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് ഇരുവരും പാർക്കിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ചിലർ കണ്ടിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് അന്വേഷണം അവന്റെ അടുത്ത് വന്നത്. മിഖായേലിന്റെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അല്പനേരം അവന്റെ കൂടെ ചുറ്റി നടന്ന ശേഷം താൻ വീട്ടിലേക്ക് മടങ്ങിയെന്നും അതിനുശേഷം അവൻ എന്ത് സംഭവിച്ചെന്നും തനിക്കറിയില്ല എന്നും അവൻ പോലീസിനോട് പറഞ്ഞു. മാത്രവുമല്ല, മന്ദബുദ്ധി എന്ന് സമൂഹം വിളിക്കുന്ന ഇവൻ നിരപരാധിയായിരിക്കുമെന്ന് അവർക്കും തോന്നി. പോലീസ് അവനെ വിട്ടയച്ചു. ഇതിനുശേഷം അലക്സാണ്ടർ എന്താണ് ചെയ്തത് എന്ന് പരസ്പര വിരുദ്ധമായ രണ്ട് വിവരണങ്ങൾ നിലവിലുണ്ട്. ചിലർ പറയുന്നത് കൂട്ടുകാരനെ കൊന്ന ശേഷം അവൻ നീണ്ടൊരു അവധിയെടുത്തു എന്നാണ്. 2001 വരെ അടങ്ങിയിരുന്നു. അതിനുശേഷമാണ് സമാനതകളില്ലാത്ത കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ 1992 അവൻ 2 പേരെ കൂടി കൊന്നുവെന്ന് പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്. പിജുഷ്കിൻ്റെ അയൽവക്കത്ത് അവൻ്റെ പ്രായമുള്ള അതീവ സുന്ദരിയായിട്ടുള്ളൊരു യുവതി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് വോൾഗ. അവളെ അവന് ഇഷ്ടമായിരുന്നു. എന്നാൽ അത് ഏകപക്ഷീയ പ്രണയമായിരുന്നു. വോൾഗ ഒരിക്കലും അലക്സാണ്ടറെ അങ്ങനെ കണ്ടില്ല. ഒരു ദിവസം അവൻ തൻ്റെ ഉള്ളിലെ ആഗ്രഹം അവളോട് പറഞ്ഞു. വോൾഗ അത് നിരസിച്ചു. അതിന് കാരണം അവൾക്ക് മറ്റൊരു കാമുകനുണ്ടെന്നും അവൻ്റെ പേര് സെർജിയ എന്നാണെന്നും അയാൾ മനസ്സിലാക്കി. സെർജിയായോട് പ്രതികാരം ചെയ്യുവാനായിട്ട് പിജുഷ്കിൻ തീരുമാനിച്ചു. ഒരു ദിവസം വോൾഗയുടെ കാമുകൻ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണ് മരിച്ചു. അതിന് പിന്നിൽ അവൻ്റെ കൈകളായിരുന്നു. നല്ല ഉയരമുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് സെർജിയായെ പിന്നിലൂടെ വന്ന അലക്സാണ്ടർ താഴേക്ക് തള്ളിയിടുകയായിരുന്നു. സെർജിയായുടെ മരണം ആത്മഹത്യയാണെന്ന് എഴുതി പോലീസ് കേസ് അവസാനിപ്പിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ അവൻ ഓൾഗയെയും ആർക്കും സംശയം തോന്നാതെ കൊലപ്പെടുത്തി. ഇതെല്ലാം പിൽക്കാലത്ത് അവൻ കൺഫഷൻ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ പോലീസിന് ഈ 2 കൊലപാതകവും തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം എന്തുകൊണ്ടാണ് പിജുഷ്കിൻ നീണ്ട 9 വർഷം അവധിയെടുത്തതെന്ന് ആർക്കും അറിയില്ല. ഗവേഷകർ പറയുന്നത് 1992 ഒക്ടോബറിൽ ആൻഡ്രോ ചിക്കാറ്റുലോയെ വെടിവെച്ച് കൊന്നു. ഇതോടെ അയാളെ അനുകരിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം താൽക്കാലികമായിട്ട് നിലച്ചു. 2008 സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഒരു സീരിയൽ കില്ലർ പെട്ടെന്ന് അവൻ്റെ കൊലപാതക പരമ്പര നിർത്തുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. FBI-യുടെ നാഷണൽ സെന്റർ ഫോർ ദ അനാലിസിസ് ഓഫ് വയലന്റ് ക്രൈം ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് തങ്ങളുടെ വൈരാഗ്യവും വെറുപ്പും ഇറക്കി വയ്ക്കുവാനായിട്ട് അവർ മറ്റൊരു വഴി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും മറ്റും മാറി നോർമൽ ലൈഫിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ അവർ കൊലപാതകങ്ങൾ നിർത്തിവെക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല പിജുഷ്കിൻ അടങ്ങിയിരിക്കുവാനുള്ള കാരണം. പിടിക്കപ്പെട്ടാൽ തനിക്ക് വധശിക്ഷ ലഭിക്കുമോ എന്നൊരു ഭയം അവനുണ്ടായിരുന്നു. വൈകാതെ ആ ഭയം അവനെ വിട്ടുമാറി. അതിന് കാരണം 1996 റഷ്യയിൽ വധശിക്ഷയ്ക്ക് മൊറട്ടോറിയം നടപ്പിലാക്കി. നിയമപരമായിട്ട് റഷ്യയിൽ വധശിക്ഷ ഉണ്ടെങ്കിലും അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം അത് നടപ്പിലാക്കുന്നത് നിർത്തിവെച്ചു. ഈ നിയമ ഭേദഗതി മൂലം ഒരാൾ എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും അവന് വധശിക്ഷ വിധിക്കുവാനായിട്ട് കഴിയില്ല. അതോടെ അവനിലെ കൊലയാളി വീണ്ടും ഉണർന്നു. എന്തായാലും ഈ കാലഘട്ടത്തിൽ പിജുഷ്കിൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റമുണ്ടായതായിട്ട് അറിവില്ല. അവൻ്റെ ജീവിതം മെച്ചപ്പെട്ടതിൻ്റെ യാതൊരു സൂചനയുമില്ല. പതിവ് പോലെ അവൻ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോവും. വൈകിട്ട് ആ ചെറിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി വരും. അവന് കാമുകിമാരോ മറ്റു കൂട്ടുകാരികളോ ഉള്ളതായിട്ട് യാതൊരു അറിവുമില്ല. 9 വർഷമാണ് ആ സീരിയൽ കില്ലർ നിശബ്ദമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയത്. ആ സമയത്തും അവൻ്റെ ഉള്ളിലൊരു മൃഗം ചുരകൊത്തുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലെ കൊലയാളി പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചെസ്സും കൊലയും അവൻ്റെ മനസ്സിൽ സദാസമയവും നിറഞ്ഞു നിന്നു. BTK പാർക്കിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ചതുരംഗ പലകയിലെ 64 കളങ്ങൾ അവൻ്റെ കണ്ണിന് മുൻപിൽ നിറഞ്ഞു നിന്നു. ഓരോ കളവും ഓരോ ജീവനാണ്. 64 കളമുള്ള ആ ബോർഡ് നിറയ്ക്കുവാനായിട്ട് അവന് 64 പേരെ കൊല്ലണം. അതവന് സാധിക്കുവാനായിട്ട് കഴിഞ്ഞാൽ തൻ്റെ സാങ്കല്പിക എതിരാളിയായ ചിക്കാറ്റുലോയെ തോൽപ്പിക്കുവാനായിട്ട് നിസ്സാരമായിട്ട് കഴിയും. ചരിത്രത്തിൽ തൻ്റെ പേര് അടയാളപ്പെടുത്തുവാനും കഴിയും. 2001 മെയ് 17 അവൻ തൻ്റെ 2ാം ഘട്ട കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടു. ഈ ദിവസത്തിന് വേണ്ടി ദാഹത്തോടെ അവൻ കാത്തിരിക്കുകയായിരുന്നു. അലക്സാണ്ടറിന് അപ്പോൾ 27 വയസ്സാണ് പ്രായം. അന്ന് രാത്രി ബിറ്റ്സ പാർക്കിലൂടെ ഒരു ഇരയെയും തിരഞ്ഞവൻ നടന്നു. ആ സമയത്തും പാർക്കിൽ മറ്റുള്ളവരുടെ ഒപ്പം അവൻ ചെസ് കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സകല കളിക്കാരെയും അവൻ അറിയാം. അവരിൽ ഒരാളായിരുന്നു യോവ്ജിനി ലോവ. പിജുഷ്കിൻ്റെ സ്ഥിരം എതിരാളിയായിരുന്നു ആ വൃദ്ധൻ. അലക്സാണ്ടർ അയാളെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നെനിക്ക് വളരെ ദുഃഖമുള്ളൊരു ദിവസമാണ്. തൻ്റെ പ്രിയപ്പെട്ട നായയുടെ ചരമവാർഷികമാണിന്ന്. തൻ്റെ നായയെ ബിറ്റ്സ പാർക്കിൻ്റെ ഉള്ളിലെ വനത്തിലാണ് അടക്കം ചെയ്തത്. ആ ശവക്കുഴി സന്ദർശിച്ച് അവൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് അല്പം മദ്യപിക്കണം. അതിനായിട്ട് തൻ്റെ കൂടെ വരാമോ എന്ന് അലക്സാണ്ടർ യോവ്ജിനിയോട് ചോദിച്ചു. സൗജന്യമായിട്ട് വോഡ്ക കിട്ടുമെന്ന് കേട്ടതും ആ വൃദ്ധൻ അവനോടൊപ്പം പോകുവാനായിട്ട് തയ്യാറായി. പിജുഷ്കിൻ അയാളെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നയിച്ചു.
വനത്തിന്റെ ഉള്ളിലാണ് തന്റെ നായയെ കുഴിച്ചിട്ടത് എന്നാണ് അവൻ അയാളോട് പറഞ്ഞത്. ഒടുവിൽ ഒരു മരത്തിന് ചുവട്ടിൽ അവരെത്തി. ഇവിടെയാണ് തന്റെ നായ ഉള്ളതെന്ന് പിജുഷ്കിൻ പറഞ്ഞു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും വോഡ്ക എടുത്ത് യോജനയ്ക്ക് ഒഴിച്ചു കൊടുത്തു. രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അലക്സാണ്ടറിന് യാതൊരു തിരക്കുമില്ലായിരുന്നു. ഇതിനോടകം വിധി നിർണയിക്കപ്പെട്ട ഒരു മനുഷ്യനോട് സംസാരിച്ച് സമയം ചെലവഴിക്കുന്നത് അവനൊരു ഹരമായിട്ട് തോന്നി. അവസാനം ആ സമയം വന്നു. അലക്സാണ്ടർ അപ്രതീക്ഷിതമായിട്ട് വോഡ്ക കുപ്പി എടുത്ത് ആ വൃദ്ധന്റെ തലയുടെ പിന്നിൽ അതിശക്തമായിട്ട് അടിച്ചു. അയാൾ ബോധം കെട്ട് വീണു. വീണ്ടും വീണ്ടും അയാളുടെ തലയിൽ അവൻ അടിച്ചു. മഞ്ഞ് നിറഞ്ഞ ശുഭ്രമായ നിലത്ത് ചോരപ്പൂക്കൾ ചിത്രം വരച്ചു. അവനിൽ ഒരു ലഹരി നിറഞ്ഞു. മത്ത് പിടിപ്പിക്കുന്നൊരു വികാരം, അയാളെ സംതൃപ്തനാക്കിയ വികാരം. എന്നാൽ ആ ജഡം മുൻപ് ചെയ്തതുപോലെ വെറുതെ ഉപേക്ഷിച്ചു പോകുവാനായിട്ട് അവൻ തയ്യാറല്ലായിരുന്നു. കാരണം അന്വേഷണം തൻ്റെ നേർക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനോടകം തൻ്റെ മുൻ തെറ്റുകളിൽ നിന്നും അവൻ ചില പാഠങ്ങൾ പഠിച്ചിരുന്നു. യോജിനി ലോവയെ ആരും കണ്ടെത്തുവാനായിട്ട് പാടില്ല. അതിനുള്ള വഴി അവൻ്റെ കാലിന് കീഴിലുണ്ടായിരുന്നു. പടിഞ്ഞാറൻ മോസ്കോ നഗരത്തിലെ ഭൂരിഭാഗം മലിനജലവും കടന്നു പോകുന്ന വലിയൊരു ടണൽ ബിറ്റ്സർ പാർക്കിന്റെ കീഴിലൂടെയാണ് പോകുന്നത്. തറനിരപ്പിൽ നിന്നും ഈ ടണലിലേക്ക് ഇറങ്ങുവാനായിട്ട് പലയിടത്തായിട്ട് മാൻഹോളുകളുണ്ട്. അത് നേരെ എത്തുന്നത് മലിനജലം ഒഴുകുന്ന ടണലിലേക്കാണ്. ആ സമയത്തും യോജിനി ലോവ മരിച്ചിരുന്നില്ല. അയാൾ അബോധാവസ്ഥയിലാണ്. ചെറുതായിട്ട് ഞരങ്ങുന്നുമുണ്ട്. അലക്സാണ്ടർ ആ വൃദ്ധനെ അടുത്തുള്ള മാൻഹോളിലേക്ക് വലിച്ചടിച്ചു. പിന്നെ അതിന്റെ മൂടി തുറന്ന് 30 അടി താഴ്ചയുള്ള മലിനജലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തലക്കേറ്റ ആഘാതവും ഉയരത്തു നിന്നുമുള്ള വീഴ്ചയും തന്നെ ധാരാളമാണ് അയാളുടെ ജീവൻ പോകുവാനായിട്ട്. എന്നിട്ടും അയാൾ മരിച്ചില്ലെങ്കിൽ കുത്തിയൊഴുകുന്ന മലിനജലത്തിൽ മുങ്ങി മരിക്കുമെന്ന് പിജുഷ്കിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. യോജിനി ലോവയുടെ ജഡം ഒരിക്കലും കണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അന്ന് രാത്രി അവൻ വീട്ടിലെത്തി. പതിവ് പോലെ തൻ്റെ അമ്മയെ സഹോദരി അഭിവാദ്യം ചെയ്തു. പിന്നെ നേരെ കിടപ്പ് മുറിയിലേക്ക് പോയി. തൻ്റെ വിലയേറിയ സ്വത്തായ ചെസ് ബോർഡ് പുറത്തേക്കെടുത്തു. അതിലവന് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനുണ്ട്. പിജുഷ്കിൻ തൻ്റെ കൊലകൾ കൃത്യമായിട്ടൊരു ചെസ് ബോർഡിൽ രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും ഈ വിഷയത്തിൽ പലരും പറയുന്നത് പല കഥകളാണ്. ചില റിപ്പോർട്ടുകളിൽ ഓരോ കൊലയ്ക്ക് ശേഷവും അവൻ ചെസ് ബോർഡിലെ ഒരു കളത്തിൽ ഒരു കുരിശു വരയ്ക്കുമെന്നും, മറ്റു ചില റിപ്പോർട്ടിൽ പറയുന്നത് ഓരോ കൊലയ്ക്കും ശേഷം അവൻ ബോർഡിലെ ചതുരത്തിൽ ഓരോ നാണയങ്ങൾ ഒട്ടിച്ചു വെക്കുമെന്നുമാണ്. യോജനിയെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നിസ്സാരമായി കൊലപ്പെടുത്തിയത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അലക്സാണ്ടറിന് അന്നൊരു കാര്യം മനസ്സിലായി. തൻ്റെ മോഡസ് ഓപ്പറാൻഡി പെർഫെക്റ്റ് ആണ്. അതിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പോയാൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാനായിട്ട് അധികകാലം വേണ്ടിയും വരില്ല. പിന്നീട് വന്ന 2 മാസത്തിനുള്ളിൽ ഇതേ മോഡസ് ഓപ്പറാൻഡി ഉപയോഗിച്ചവൻ ബിറ്റ്സ പാർക്കിൽ ചെസ് കളിക്കാൻ വന്ന 9 വൃദ്ധരെ കൂടി കൊന്നു. അവൻ എല്ലായ്പ്പോഴും ഒരു ഇരയെ തെരഞ്ഞെടുത്ത് തന്റെ നായയുടെ ശവക്കുഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞവരെ വിളിക്കും. വോഡ്കയുടെ പ്രലോഭനത്തെ തടയുവാൻ കഴിയാതെ അവർ പിന്നാലെ പോവും. ആ യാത്ര വനത്തിനുള്ളിൽ എത്തുമ്പോൾ അപ്രതീക്ഷിതമായി അവൻ അവരെ പിന്നിൽ നിന്നും ചുറ്റിക്കൊണ്ട് അടിച്ചു വീഴ്ത്തും. പിന്നെ ജീവനോടെയോ അല്ലെങ്കിൽ ജീവച്ഛവമായിട്ടോ അഴുക്കുചാലിലേക്ക് വലിച്ചെറിയും. അവരിൽ പലരുടെയും ജഡങ്ങൾ ഒരിക്കലും കണ്ടുകെട്ടിയിട്ടില്ല. ചില ജഡങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ബിറ്റ്സ പാർക്കിൽ നിന്നും വളരെ ദൂരെയായിരുന്നു പൊന്തിയത്. പോലീസിന്റെ അന്വേഷണം ഒരിക്കലും ബിറ്റ്സ പാർക്കിലും പരിസരത്തും എത്തിയുമില്ല. ഈ കാലഘട്ടത്തിൽ പിജുഷ്കിൻ കൊലപ്പെടുത്തിയ മനുഷ്യരുടെ പേരുകളും അവരുടെ പ്രായവും കണ്ടെത്തുവാനായിട്ട് വലിയ പ്രയാസമാണ്. അവരെല്ലാവരും അജ്ഞാതരായിട്ടുള്ള ഇരകളായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് പുതിയ രാജ്യങ്ങൾ രൂപപ്പെട്ടു. അതിന്റെ ഫലമായി വ്യക്തികളുടെ ഔദ്യോഗിക രേഖകൾ പലയിടത്തായിട്ട് ചിതറിപ്പോയി. ഫയലുകൾ ഓഫീസുകളിൽ നിന്നും ഓഫീസുകളിലേക്ക് നിരന്തരമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തികൾ താമസിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കൊന്നും ആ സമയത്ത് നിലവിലില്ലായിരുന്നു. ഒരാൾ അപ്രത്യക്ഷമായാൽ ഔദ്യോഗിക രേഖകൾ തെരഞ്ഞ് അയാൾ ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയാത്ത അവസ്ഥ. ഇതുമൂലം പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി. ഈ സാഹചര്യം പിജുഷ്കിന്റെ നരവേട്ടയെ വളരെയേറെ സഹായിച്ചു. അങ്ങനെ 2 മാസത്തെ നരവേട്ടയ്ക്ക് ശേഷം 2001 ജൂലൈ 21 അവൻ തന്റെ നരവേട്ട താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. അന്നേ ദിവസം വിക്ടർ വോൾക്കോവ എന്ന വൃദ്ധനെയാണ് അവൻ കൊലപ്പെടുത്തിയത്. ആരും കാണാതെ മറച്ചുവെച്ച അവന്റെ ചെസ് ബോർഡിൽ ഇതോടെ കരുക്കളുടെ എണ്ണം 10 ആയി. ഒരു ചെസ് ഗെയിമിൽ എങ്ങനെ ശ്രദ്ധാപൂർവം കരു നീക്കണമോ അതുപോലെ വളരെ സൂക്ഷ്മതയോടെയായിരുന്നു അലക്സാണ്ടർ ഓരോ കൊലയും നടത്തിയത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ആ സമയത്ത് അവന് പ്രിയപ്പെട്ട ഒരു TV ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഫ്രഞ്ച് ഓപ്പറയായ ദി ഡച്ചസ് ഡി മൊണ്ടോറോ എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്. അത് മിസ്സാകാതെ ഇരിക്കുവാനായിട്ട് അവൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. അതിനുവേണ്ടി കൊലപാതകം ചെയ്യുവാനുള്ള സമയം വരെ സ്കെഡ്യൂൾ ചെയ്തു. 2002 ഫെബ്രുവരി 22 ശൈത്യകാലം. അലക്സാണ്ടർ വീണ്ടും നരവേട്ടയ്ക്കിറങ്ങി. ഇത്രയും കാലം വരെ അവൻ പുരുഷന്മാരെ മാത്രമാണ് അപായപ്പെടുത്തിയത്. ഇത്തവണ അതിനൊരു മാറ്റം വരുത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തണം. അവൻ മോസ്കോയിലെ തെരുവുകളിൽ ഒരു ഇരയെ തേടി അലഞ്ഞു. അധികം സമയമെടുത്തില്ല അവളെ കണ്ടെത്തുവാനായിട്ട്. 3 മാസം ഗർഭിണിയും 19 വയസ്സുമുള്ള മരിയ വിരിജേവയായിരുന്നു അവൻ കണ്ടെത്തിയിര. മരിയയെ പിജുഷ്കിന് മുൻപ് പരിചയമുണ്ട്.
അവളുടെ കാമുകൻ സെർജിയായെയും അറിയാം. ഇരുവരും ഒരേ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അന്ന് മരിയ ആകെ അസ്വസ്ഥയായിരുന്നു. കാരണം സെർജിയുമായിട്ട് അവൾ വലിയൊരു വഴക്കുണ്ടാക്കി. അങ്ങനെ ഒരു ദേഷ്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. അപ്പോഴാണ് അലക്സാണ്ടർ അവളെ കണ്ടെത്തിയത്. പിജുഷ്കിൻ നേരെ അവളെ സമീപിച്ച് അല്പസമയം സംസാരിച്ചു. കൊലപ്പെടുത്തും മുൻപ് തൻ്റെ ഇരകളുമായിട്ട് അയാൾ അല്പസമയം സംസാരിക്കാറ് പതിവാണ്. അവരെ കൊല്ലും മുൻപ് അവരെക്കുറിച്ച് അല്പം കാര്യങ്ങൾ അറിയുവാനായിട്ട് അയാൾ ആഗ്രഹിച്ചിരുന്നു. അവരുടെ പേര്, വീട്, വയസ്സ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. മറ്റൊന്നിനുമല്ല, അവരുടെ വിശദാംശങ്ങൾ തൻ്റെ ബോർഡിൽ രേഖപ്പെടുത്തുവാനാണ്. അതിനുശേഷമാണ് അവരെ അവൻ ഇല്ലാതാക്കൂ. അതുപോലെ അപരിചിതരെക്കാളും ഉപരിയായിട്ട് പരിചയക്കാരെ കൊലപ്പെടുത്തുവാനായിട്ട് അയാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മരിയയുടെ കാര്യത്തിൽ തൻ്റെ പതിവ് മോഡസ് ഓപ്പറാൻഡി നടക്കില്ല എന്ന് അവന് മനസ്സിലായി. കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയെ മദ്യം നൽകി വനത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയില്ല. അതിന് മറ്റൊരു വഴി കണ്ടെത്തണം. അവൻ അവളോട് ഇങ്ങനെ പറഞ്ഞു: ബിറ്റ്സ പാർക്കിൻ്റെ ഉള്ളിൽ വളരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് അനേകം പെട്ടികൾ ഒളിപ്പിച്ച നിലയിൽ താൻ വളരെ യാദൃശികമായിട്ട് കണ്ടെത്തി. അതിൽ നിറയെ പുതിയ ക്യാമറകളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുമാണ്. ഏതെങ്കിലും കള്ളക്കടത്ത് സംഘം ഒളിപ്പിച്ചു വെച്ചതാണെന്ന് തോന്നുന്നു. ആ പെട്ടികൾ വളരെ ഭാരമുള്ളതാണ്. തനിക്കത് ഒറ്റയ്ക്ക് നീക്കുവാനായിട്ട് കഴിയില്ല. തന്നെ അതിനെ സഹായിച്ചാൽ അതിൽ പകുതി നിനക്കെടുക്കാം. വെറുതെ ആലോചിച്ച് സമയം കളയരുത്. കുറച്ച് പണം സമ്പാദിക്കുവാനുള്ള എളുപ്പ വഴിയാണിത്. മരിയ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അവനോടൊപ്പം പോകുവാനായിട്ട് സമ്മതിച്ചു. ഇരുവരും വനത്തിലൂടെ നടന്നു. അലക്സാണ്ടർ മുൻകൂട്ടി നിശ്ചയിച്ച ആ മാൻഹോളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. പിജുഷ്കിൻ മെല്ലെ മാൻഹോളിൻ്റെ മൂടി നീക്കി. എന്നിട്ട് അവളോട് മരിയോട് അടുത്തേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവൾ അടുത്തേക്ക് വന്നതും അത് ശക്തമായിട്ട് അവളുടെ തലയിൽ പിടിച്ച് അതിനുള്ളിലേക്ക് തള്ളിയിടുവാനായിട്ട് ശ്രമിച്ചു. നിലവിളിച്ചുകൊണ്ട് മരിയ മാൻഹോളിൻ്റെ വിളിമ്പിൽ അത് ശക്തമായിട്ട് പിടിച്ചു. കുപിതനായ അവൻ അവളുടെ തല പിടിച്ച് കോൺക്രീറ്റ് വിളിമ്പിൽ അത് ശക്തമായിട്ട് ഇടിച്ചു. മരിയയുടെ പ്രതിരോധം മെല്ലെ ദുർബലമായി. അഗാധമായ ഇരുട്ടിലേക്ക് വീഴുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഏകദേശം 25 അടി ആഴത്തിലേക്കാണ് മരിയ വീണത്. അവളുടെ ഭാഗ്യത്തിന് അവിടെയുള്ള വെള്ളത്തിന് നല്ല ആഴവും അതിശക്തമായിട്ടുള്ള ഒഴുക്കുമുണ്ടായിരുന്നു. ആ ഒഴുക്ക് അവളെ ദൂരേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരം അവൾ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയിരുന്നു. പക്ഷേ മരിയ ഒരു പോരാളിയായിരുന്നു. മരണത്തെ നേരിടുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. താൻ ധരിച്ചിരുന്ന കനമുള്ള വിൻ്റർ ജാക്കറ്റുകളും ബൂട്ടുമെല്ലാം അതിവേഗത്തിൽ അവൾ അഴിച്ചു മാറ്റി. അതോടെ എളുപ്പത്തിൽ നീന്തുവാനായിട്ട് കഴിഞ്ഞു. പൈപ്പിൻ്റെ വശങ്ങളിൽ കൈകളും കാലുകളും ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് അവൾ കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ ഒഴുക്ക് അവളെ മറ്റൊരു മാൻഹോളിൻ്റെ കീഴിലെത്തിച്ചു. ഭാഗ്യത്തിന് അതുവഴി മുകളിലേക്ക് കയറുവാനായിട്ട് ഒരു ഗോവണി ഉണ്ടായിരുന്നു. ആ ഗോവണി വഴി അവൾ മുകളിലേക്ക് വലിഞ്ഞു കയറി. അപ്പോഴാണ് 90 പൗണ്ട് ഭാരമുള്ള മാൻഹോൾ മൂടി അവൾക്ക് മുൻപിൽ തടസ്സമായിട്ട് വന്നത്. മരിയ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചത് തള്ളി മാറ്റി. പക്ഷേ ഏതാനും ഇഞ്ചുകൾ മാത്രമാണ് അവൾക്കത് അനക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒരു രാത്രി മുഴുവനും തണുത്ത് വിറച്ച് അവൾക്കവിടെ കഴിയേണ്ടി വന്നു. പ്രഭാതമായപ്പോൾ ചിലർ പാർക്കിലൂടെ ജോഗിങ്ങിന് വന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ ആ കാഴ്ച കണ്ടത്. ഒരു മാൻഹോളിൻ്റെ മൂടി തനിയെ നീങ്ങുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ ദുർബലമായിട്ടുള്ള നിലവിളിയും ഉയരുന്നുണ്ട്. അവർ ഈ കാഴ്ച കണ്ട് ഒരു നിമിഷം അന്ധാളിച്ചു നിന്നു. അടുത്ത നിമിഷം അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് മാൻഹോളിൻ്റെ അല്പദ്വാരത്തിലൂടെ മരിയ കണ്ടു. മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ത്രീ തിരിച്ചു വന്നു. ഇപ്പോഴവർ ഒറ്റയ്ക്കായിരുന്നില്ല. അടുത്തുള്ള ഗാരേജിൽ നിന്ന് 2 സെക്യൂരിറ്റികളെയും വിളിച്ചുകൊണ്ടായിരുന്നു വന്നത്. അടുത്തേക്ക് വരും തോറും സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്ന മരിയയുടെ ദുർബലമായിട്ടുള്ള കരച്ചിൽ അവർ കേട്ടു. ഗാർഡുകൾ മാൻഹോളിൻ്റെ അടപ്പ് വലിച്ചു മാറ്റി. ക്ഷീണിച്ചു തളർന്ന മരിയെ പുറത്തേക്ക് വലിച്ചു കയറ്റി. ഉടനടി ആംബുലൻസ് വിളിച്ചു. മരിയ അതിജീവിച്ചു. ആശുപത്രിയിൽ വെച്ച് ഗർഭസ്ഥ ശിശുവിന് പരിക്കൊന്നുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തൊട്ടു പിന്നാലെ ഈ കേസ് അന്വേഷിക്കുവാനായിട്ട് ആശുപത്രിയിൽ വന്നൊരു പോലീസ് ഓഫീസറോട് അവൾ നടന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അന്ന് ആ ഓഫീസർ ഈ കൊലപാതക ശ്രമത്തെ ഗൗരവമായിട്ട് കണ്ടിരുന്നുവെങ്കിൽ നിസ്സാരമായിട്ടൊരു സീരിയൽ കില്ലറെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. കാരണം തന്നെ ആക്രമിച്ചയാൾ ആരാണെന്നും അവൻ്റെ പേരും അങ്ങനെ തുടങ്ങിയ സകല വിവരവും മരിയയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഉദ്യോഗസ്ഥനൊരു മടിയനായിരുന്നു. അയാൾക്ക് ഇതിൻ്റെ പുറകിൽ അലയുവാനായിട്ട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെ നിശബ്ദയാക്കുവാനാണ് അയാൾ ശ്രമിച്ചത്. മരിയ വളർന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ ആകട്ടെ മതിയായിട്ടുള്ള ജോലി സാധ്യതകളില്ലായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന നരകം പോലെയുള്ള ദേശം. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനാണ് അവൾ മോസ്കോയിലേക്ക് വന്നത്. ആ സമയത്ത് പുറത്തുനിന്നും വരുന്നവർക്ക് മോസ്കോയിൽ താമസിക്കണമെങ്കിൽ ഗവൺമെൻറ് അനുവദിക്കുന്ന ചില പ്രത്യേക രേഖകൾ വേണമായിരുന്നു. കൊലയാളിയെ തിരയുന്നതിന് പകരം അത്തരം രേഖ മരിയയ്ക്കുണ്ടോ എന്നാണ് ഈ പോലീസുകാരൻ ചോദിച്ചത്. മരിയ അയാളോട് സത്യം പറഞ്ഞു. തൻ്റെ കൈവശം രേഖകൾ ഒന്നുമില്ല. അപ്പോൾ ഓഫീസർ അവളോട് ഇങ്ങനെ പറഞ്ഞു: നീ ഈ കേസിൻ്റെ പിന്നാലെ പോകാതെ ഇരുന്നാൽ നിനക്ക് രേഖയില്ല എന്ന കാര്യം ഞാനങ്ങ് മറക്കും. നീ ഒരു കാര്യം ചെയ്യുക, അബദ്ധത്തിൽ കാൽ വഴുതി മാൻഹോളിൽ വീണുവെന്ന് ഈ പ്രസ്താവനയിൽ ഒപ്പിട്ട് തരണം. അങ്ങനെയെങ്കിൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാം. അല്ലെങ്കിൽ നീ ഏത് നരകത്തിൽ നിന്നുമാണോ ഇവിടേക്ക് വന്നത് ആ നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. സ്വന്തം നാട്ടിൽ പോയി പട്ടിണി കിടന്ന് മരിക്കുവാനായിട്ട് മരിയയ്ക്കും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ അവൾക്ക് അയാൾ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വന്നു.
മടിയനായ ആ ഓഫീസർ അന്ന് പിജുഷ്കിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് പൊലിഞ്ഞ ഡസൻ കണക്കിന് ജീവനുകൾ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിയുമായിരുന്നു. അതേ സമയത്ത് മരിയ മരിച്ചുവെന്നാണ് പിജുഷ്കിൻ വിശ്വസിച്ചത്. അതിനർത്ഥം അയാളുടെ ചെസ് ബോർഡിലെ മറ്റൊരു ചതുരം കൂടി നിറഞ്ഞിരിക്കുന്നു. ഏതൊരു സമർത്ഥനായ ചെസ് കളിക്കാരനെയും പോലെ അവൻ അടുത്ത നീക്കവും ആസൂത്രണം ചെയ്തു. തൻ്റെ ഇരകളുമായിട്ട് പിജുഷ്കിൻ നടത്തുന്ന ഈ കളി തീർച്ചയായിട്ടും യഥാർത്ഥ ചെസ് ആയിരുന്നില്ല. കാരണം എതിരാളിക്ക് തന്ത്രങ്ങൾ മെനയുവാനോ സ്വന്തമായിട്ട് നീക്കങ്ങൾ നടത്തുവാനോ അവസരം കൊടുക്കാത്ത ഏകപക്ഷീയവും ക്രൂരവുമായിട്ടുള്ള കളിയായിരുന്നു അയാൾ അവർക്ക് മുൻപിൽ കാഴ്ചവെച്ചത്. വാസ്തവത്തിൽ അവൻ തൻ്റെ ഇരകളെ എതിരാളികളായിട്ടും കണ്ടില്ല, അവരെ ബോർഡിലെ വെറും കരുക്കളായിട്ട് മാത്രം കണ്ടു. അയാൾക്ക് കൈകാര്യം ചെയ്യുവാനും ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി സ്ഥാപിക്കുവാനും കഴിയുന്ന വെറും നിർജീവ വസ്തുക്കൾ. മനുഷ്യരെ ഈ രീതിയിൽ കാണുന്നത് വ്യക്തിത്വ വൈകല്യത്തിന്റെ ലക്ഷണമാണ്. NPD എന്ന മാനസിക വൈകല്യം പിജുഷ്കിന് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. ഇത്തരം അവസ്ഥയുള്ളവർ എപ്പോഴും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും ആഗ്രഹിക്കും. അവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടായിരിക്കില്ല. താൻ മറ്റുള്ളവരെക്കാളും മികച്ചവനാണെന്നും വലിയവനുമാണെന്നുമുള്ള ചിന്തകൾ അയാളെ ഭരിക്കും. മറ്റുള്ളവർ തന്നെ ആരാധനയോടെയും ഭയത്തോടെയും നോക്കണമെന്ന അതിയായിട്ടുള്ള ആഗ്രഹമാണ് അയാളെ കൊല ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. സീരിയ കില്ലർ ആൻഡ്രോ ചിക്കാറ്റിലോയെ പോലെ പ്രശസ്തനാകുവാനായിട്ട് അവൻ മോഹിച്ചു. പിജുഷ്കിന്റെ ഇരകളെ എടുത്താൽ ഒരു കാര്യം മനസ്സിലാക്കാം. തനിക്ക് പരിചയമുള്ള ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളെയാണ് അവൻ തിരഞ്ഞെടുക്കാറ്. അവരോട് യാതൊരു സഹാനുഭൂതിയും കാണിച്ചുമില്ല. പിന്നീട് വന്ന മാർച്ച് മാസത്തിലെ ആദ്യ വാരത്തിൽ ഒരു മെട്രോ സ്റ്റേഷന് പുറത്തു വെച്ച് 13 വയസ്സുള്ള മിഖായേൽ ഗോർബച്ചോവ് എന്ന ആൺകുട്ടിയെ അവൻ കണ്ടുമുട്ടി. ചില റിപ്പോർട്ടുകൾ പ്രകാരം മിഖായേൽ വീടില്ലാതെ അലഞ്ഞു നടക്കുന്നൊരു ബാലനാണ്. ഇതിൻ്റെ ആധികാരികത അത്ര കണ്ട് ഉറപ്പില്ല. പക്ഷേ ഈ ബാലനെ കണ്ടതും അവൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇവനാണ് തൻ്റെ അടുത്ത ഇര. പിജുഷ്കിൻ മിഖായേലുമായിട്ട് തന്ത്രപൂർവ്വം സംസാരിച്ചു. അവൻ്റെ വിശ്വാസം നേടിയെടുത്തു. മദ്യം സൗജന്യമായിട്ട് നൽകാമെന്ന വാഗ്ദാനത്തിൽ ആ പയ്യൻ വീണു. അങ്ങനെയാണ് അവൻ പിജുഷ്കിൻ്റെ ഒപ്പം ബിറ്റ്സ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്നത്. മഞ്ഞ് മൂടിയ നിലത്തിലൂടെ ഏകദേശം 20 മിനിറ്റ് നടന്ന ശേഷം അവർ ഒരു മാൻഹോളിൻ്റെ അടുത്തെത്തി. പിജുഷ്കിൻ മിഖായേലിനൊരു സിഗരറ്റ് കൊടുത്തു. അവനത് വോഡ്കയോടൊപ്പം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇരുവരും ഒരുമിച്ചിരുന്ന് കുടിക്കുവാനായിട്ട് തുടങ്ങി. മിഖായേലിന്റെ ശ്രദ്ധ മാറിയതും അയാൾ മിന്നൽ വേഗത്തിൽ കൈവശമുള്ള ചുറ്റിക ഉപയോഗിച്ച് അവനെ അടിച്ചു. തലയ്ക്കടിയേറ്റ മിഖായേൽ കുഴഞ്ഞ നിലത്ത് വീണു. അവൻ ബോധരഹിതനായി. പിജുഷ്കിൻ അവനെ നിസ്സാരമായി എടുത്തുയർത്തി കിണറ്റിലേക്ക് തള്ളിയിട്ടു. മിഖായേൽ മാൻഹോളിലെ കനത്ത ഇരുട്ടിലേക്ക് താഴ്ന്നുപോയി. ഇത്തവണ പിജുഷ്കിൻ വീണ്ടും ഒരു തെറ്റുകൂടി ചെയ്തു. ഒരു കൊലപാതകം കൂടി വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്ന് ചിന്തിച്ചുകൊണ്ടവൻ ആഹ്ലാദത്തോടെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും നടന്നു. അപ്പോഴവൻ തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ മറ്റൊരു കാഴ്ച കൂടി കാണുമായിരുന്നു. മിഖായേൽ കനാലിൽ വീണിരുന്നില്ല. അവൻ്റെ ജാക്കറ്റ് അവനെ രക്ഷിച്ചു. മാൻഹോളിൻ്റെ ഉള്ളിലെ ഒരു കമ്പിയിൽ അവൻ്റെ ജാക്കറ്റ് കുരുങ്ങി അവൻ അതിൽ തൂങ്ങിക്കിടന്നു. ആ കമ്പിയാണ് അവൻ്റെ ജീവൻ രക്ഷിച്ചത്. ഏതാനും മണിക്കൂറുകൾ ആ ബാലൻ ബോധമില്ലാതെ വായുവിൽ തൂങ്ങിക്കിടന്നു. ബോധം വീണ്ടെടുത്തതും ഒരു വിധത്തിൽ അവൻ പുറത്തു കിടന്നു. തണുത്തുറഞ്ഞ നിലത്ത് വിറച്ചുകൊണ്ട് കിടന്നു. ശക്തി വീണ്ടെടുത്തപ്പോൾ പാർക്കിൽ നിന്നും പുറത്തേക്ക് നടന്നു. പോകുന്ന വഴിക്കൊരു പോലീസുകാരനെ കണ്ടുമുട്ടി. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മിഖായേൽ അയാളോട് പറഞ്ഞു. പക്ഷേ യാതൊരു നടപടിയും അയാൾ എടുത്തില്ല. അവനോട് വീട്ടിലേക്ക് പോകുവാനാണ് പോലീസുകാരൻ ആവശ്യപ്പെട്ടത്. ഈ സംഭവം നടന്ന കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മിഖായേൽ പിജുഷ്കിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ അതേ മെട്രോ സ്റ്റേഷന് പുറത്തു വെച്ച് വീണ്ടും അയാളെ അപ്രതീക്ഷിതമായിട്ട് കണ്ടു. ആ സമയം അവരിൽ ആരാണ് ഏറ്റവും അധികം ഞെട്ടിയതെന്ന് പറയുവാനായിട്ട് പ്രയാസമാണ്. തൻ്റെ ഇര ജീവനോടെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് പിജുഷ്കിൻ കാര്യം മനസ്സിലാകാതെ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. അതേ സമയത്ത് തൻ്റെ കൊലയാളിയെ കണ്ട മിഖായേൽ നിലവിളിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി. മെട്രോയ്ക്ക് സമീപത്തായിട്ട് ഒരു പോലീസ് ഓഫീസർ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് ഓടി വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടവൻ പിജുഷ്കിന് നേർക്ക് വിരൽ ചൂണ്ടി നിലവിളിച്ചു, അയാളാണ് എന്നെ ആക്രമിച്ചത്. അയാളാണ് എന്നെ കൊല്ലുവാനായിട്ട് നോക്കിയത്. നിങ്ങൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം. മിഖായേൽ ജീവനോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പിജുഷ്കിന് വലിയ അത്ഭുതം തോന്നി, അതോടൊപ്പം നിരാശയും. പക്ഷെ അയാൾക്ക് ആ സമയത്തും പേടിയൊന്നും തോന്നിയില്ല. കാരണം വെറും ബാലനായ അവനെ ആരും വിശ്വസിക്കില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ പോലീസുകാരൻ മിഖായേലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകുവാനായിട്ട് പറഞ്ഞു. അയാൾ പിജുഷ്കിനെ ഒന്നും നോക്കിയത് പോലുമില്ല. കാരണം ഇതൊന്നും അന്വേഷിക്കുവാനായിട്ട് അയാൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ഒരു വട്ടമല്ല 2 തവണയാണ് അവൻ പോലീസിനെ സമീപിച്ച് ഇയാൾ എന്നെ കൊല്ലുവാൻ നോക്കിയെന്ന് പരാതിപ്പെട്ടത്. എന്നാൽ 2 തവണയും ആരും ആ ബാലനെ വിശ്വസിച്ചില്ല. കാരണം 2000 കാലഘട്ടത്തിൽ റഷ്യൻ പോലീസ് വലിയ പരാജയമായിരുന്നു. അഴിമതിയും കൈക്കൂലിയും കെടുകാര്യസ്ഥതയും നാടെങ്ങും വ്യാപകമായിരുന്നു. 2008 മോസ്കോയിലെ ലെവാഡ സെൻറ്റർ നടത്തിയ ഒരു സർവേയിൽ റഷ്യൻ ജനസംഖ്യയുടെ പകുതിയിലധികവും പോലീസിനെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു.
അന്ന് അവർ മരിയായോ അതുപോലെ മിഖായലോ പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ, അതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിൽ പിന്നീട് പൊലിഞ്ഞ നിരവധി ജീവനുകൾ രക്ഷപ്പെടുമായിരുന്നു. 2003 പിജുഷ്കിന്റെ സഹോദരി കത്യ വിവാഹിതയായി. അവരുടെ ഭർത്താവും ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. അതോടെ പിജുഷ്കിനും അമ്മ നതാഷയ്ക്കും സ്വീകരണ മുറിയിൽ ഉറങ്ങേണ്ട അവസ്ഥയായി. നവദമ്പതികൾ അവിടെയുള്ള ഏക കിടപ്പുമുറി കൈക്കലാക്കി. ഒരു യുവാവിനെ സംബന്ധിച്ച് ഇതത്ര സുഖമുള്ള കാര്യമല്ല. കാരണം ഒരു പ്രൈവസിയുമില്ല. വീട്ടിലേക്ക് കയറുന്നത് പോലും അവനെ മടിപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഈ ബോറടിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് അവൻ ചെയ്ത കാര്യം ഇതാണ്: തിരക്ക് പിടിച്ച് ജോലി ചെയ്യുക, അഥവാ ചെസ് ബോർഡിൽ അവശേഷിച്ച കളങ്ങൾ എത്രയും വേഗം നിറയ്ക്കുക. 2002 പകുതി മുതൽ 2003 തുടക്കം വരെ, അതായത് 6 മാസം, ഇതിനിടയിൽ അയാൾ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടുവാനായിട്ട് പ്രയാസമാണ്. അതിൻ്റെ കാര്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുവാനില്ല. പക്ഷേ 2003 അയാൾ കുറഞ്ഞത് 30ഓളം മനുഷ്യരെ കൊന്നിട്ടുണ്ട്. പോലീസ് അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത്രയും കൊലപാതകം ചെയ്തിട്ടും പിജുഷ്കിൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഒരു അത്ഭുതമാണ്. കാരണം ഇവൻ ജീനിയസ് ആയിട്ടുള്ളൊരു കൊലയാളിയല്ല. തൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് അപൂർവമായിട്ട് മാത്രമാണ് അവൻ കൊലകൾ നടത്തിയത്. അലക്സാണ്ടറിൻ്റെ ഇരകളിൽ ഭൂരിഭാഗവും അവൻ്റെ വീടിനോട് ചേർന്നുള്ള അപ്പാർട്ട്മെൻറ്റുകളിലോ പാർക്കിലോ അതുപോലെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോ ജീവിക്കുന്നവരായിരുന്നു. അതായത് അവൻ്റെ അയൽവാസികൾ. ഏതാനും വർഷങ്ങൾ കൊണ്ട് പിജുഷ്കിൻ്റെ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന കെർസൺ സ്ക്വയറിലെ അടുത്തടുത്തുള്ള 4 അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും 10ഓളം ആളുകൾ അപ്രത്യക്ഷരായി. ഇത് ചിലർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു കൊലയാളിയോ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് സംഘമോ തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവർ ചിലർക്ക് സംശയം തോന്നി. 2003 കെർസൺ സ്ക്വയറിൽ നിന്നും കാണാതായി 10 പേരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി പോലീസിലൊരു മാസ് പെറ്റീഷൻ കൊടുത്തു. പക്ഷേ കാര്യമായ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. ആരായിരിക്കും ഇതിനെല്ലാം പിന്നിൽ? ആർക്കും ഒരു ഊഹവുമില്ല. പല കഥകളാണ് അതേ തുടർന്ന് പ്രചരിച്ചത്. ചിലർ സംശയിച്ചത് ഇങ്ങനെയാണ്: ബിറ്റ്സ പാർക്കിൻ്റെ അടുത്തുള്ള മാനസിക രോഗാശുപത്രിയിൽ നിന്നും അക്രമാസക്തനായ ഒരു രോഗി രക്ഷപ്പെട്ടിരിക്കാം, അവനായിരിക്കാം ഇതിന് പിന്നിൽ. വേറെ ചിലർ മാഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ടോ, അവർ നടത്തുന്ന മനുഷ്യക്കടത്തായിരിക്കുമോ എന്ന് സംശയിച്ചു. വേറെ ചിലരാകട്ടെ കുറച്ചുകൂടി സത്യത്തോട് അടുത്തെത്തിയെന്ന് പറയാം. ഇതൊരു കൊലയാളിയുടെ പ്രവൃത്തിയാണ്. ആ കുറ്റവാളി അവരുടെ വീടിനോട് ചേർന്ന് അവർക്കിടയിൽ താമസിക്കുന്ന ഒരുവനായിരിക്കും. അതായത് തങ്ങൾ എന്നും പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുന്ന ഒരുവൻ. എന്നാൽ അതാരാണ്? അവർ അയൽവാസികളെ സംശയത്തോടെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. പക്ഷെ ആർക്കും പിജുഷ്കിനെ യാതൊരു സംശയവും തോന്നിയില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഇത്രയൊന്നും ചെയ്യുവാനോ ചിന്തിക്കുവാനോ കഴിവില്ലാത്ത, നന്നായിട്ട് ചെസ് കളിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു മന്ദബുദ്ധിയാണവൻ. 2003 വസന്തകാലത്ത് വൈകിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ പിജുഷ്കിൻ ഒരാളെ കണ്ടുമുട്ടി. മധ്യവയസ്കനായ ഒരു മനുഷ്യൻ. അയാൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്നു. അവൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്നു. ബിറ്റ്സ പാർക്കിലൂടെ തന്നോടൊപ്പം അല്പസമയം നടക്കുവാനായിട്ട് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ സമ്മതിച്ചു. വളരെ ദുഃഖിതനായിട്ട് ആ മനുഷ്യൻ കാണപ്പെട്ടു. അതിൻ്റെ കാരണമൊന്നും അറിയില്ലെങ്കിൽ കൂടിയും പിജുഷ്കിൻ തൻ്റെ പുതിയ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തി. പിജുഷ്കിൻ വെറുതെ അയാളോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങളുടെ ഒരാഗ്രഹം സാധിച്ചു തരുവാനായിട്ട് എനിക്ക് കഴിവുണ്ടെന്ന് കരുതുക. ഞാനത് ചെയ്യുവാനായിട്ട് തയ്യാറുമാണ്. അങ്ങനെയെങ്കിൽ ഏതാഗ്രഹമായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുക? ആ മനുഷ്യനൊരു പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മദ്യപാനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വലിയ ഗൗരവത്തോടെ പിജുഷ്കിൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വാക്കു തരുന്നു, ഇന്നു മുതൽ നീ മദ്യപിക്കില്ല. അയാളും ആ തമാശ കേട്ട് ചിരിച്ചു. പക്ഷെ നമുക്കറിയാം അതൊരു തമാശയല്ല എന്ന്. 2 പേരും പിജുഷ്കിൻ്റെ പ്രിയപ്പെട്ട സ്ഥലത്ത് എത്തി. ഇത്തവണ അവൻ ഒട്ടും സമയം പാഴാക്കിയില്ല. കാരണം മദ്യപിച്ച് ദുഃഖിതനായ ഈ മനുഷ്യൻ തനിക്ക് അർത്ഥവത്തായിട്ടുള്ളൊരു സംഭാഷണം നൽകുവാനായിട്ട് പോകുന്നില്ല എന്ന് അവൻ അറിയാം. അടുത്ത നിമിഷം അയാളുടെ പിന്നിൽ നിന്നുകൊണ്ട് ചുറ്റിയേക്ക് അവൻ ആഞ്ഞടിച്ചു. നിമിഷ നേരം കൊണ്ട് കൊലപാതകം പൂർത്തിയാക്കി ജഡം മാൻഹോളിലേക്ക് വലിച്ചെറിഞ്ഞു. 1 മിനിറ്റിൽ താഴെ എടുത്തുള്ള ഈ കൊലപാതകം ചെയ്തു തീർക്കുവാനായിട്ട്. പക്ഷേ ഇതിനിടയിൽ തൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു മാറ്റം അയാൾ ശ്രദ്ധിച്ചു. തനിക്കിപ്പോൾ ആ പഴയ ആവേശവും സംതൃപ്തിയും കിട്ടുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? അയാൾ ചിന്തിച്ചു. താൻ ഒരേ ശൈലിയിലാണ് ഇരകളെ തിരഞ്ഞെടുക്കുന്നത്, ഒരേ രീതിയിലാണ് അവരെ കൊല്ലുന്നതും. ഇവരെല്ലാവരും തൻ്റെ പരിചയക്കാരുമാണ്. ഈ ആവർത്തനമാണ് തന്നെ മടുപ്പിക്കുന്നത്. മാത്രവുമല്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ടും അർഹിക്കുന്ന അംഗീകാരം തനിക്ക് കിട്ടുന്നുമില്ല. അയാൾക്കൊരു മടുപ്പ് തോന്നുവാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കണം 2004 അവൻ നിശബ്ദനായി. ഈ വർഷം ആരെയും കൊലപ്പെടുത്തിയില്ല. ഒരു വലിയ ഇടവേള എടുത്തു. എന്നാൽ അടുത്ത വർഷം 2005 പിജുഷ്കിനിലെ സീരിയൽ കില്ലർ ആഞ്ഞടിച്ചു. ഒരു പ്രതികാര ബുദ്ധിയോടെ അവൻ തൻ്റെ ബോർഡിലെ കളങ്ങൾ നിറയ്ക്കുവാൻ തുടങ്ങി. ആ വർഷം ഒക്ടോബറിൽ 31 വയസ്സുള്ള നിക്കോളായ് വോറോബിയോവിനെ പാർക്കിൽ വെച്ച് അയാൾ കണ്ടു. എല്ലാ ഇരകളോടും പറയും പോലെ തൻ്റെ കൂടെ അല്പസമയം നടക്കുവാനായിട്ട് നിക്കോളായോട് പിജുഷ്കിൻ ആവശ്യപ്പെട്ടു. പിന്നെ പതിവ് പോലെ ചുറ്റിയേക്ക് ആക്രമിച്ചു. നിക്കോളായ് കൊല്ലപ്പെട്ടു. ഇത്തവണ പതിവ് പോലെ മാൻഹോളിലേക്ക് ആ ജഡം വലിച്ചെറിയുവാനല്ല അവൻ തീരുമാനിച്ചത്. കമിഴ്ന്നു കിടക്കുന്ന നിക്കോളായുടെ പിൻതലയിൽ ചുറ്റിയുകൊണ്ട് തുടർച്ചയായിട്ട് അടിച്ചൊരു പൊത്തവൻ ഉണ്ടാക്കി. പിന്നെ ആ ദ്വാരത്തിലേക്ക് കൈവശമുള്ള വോഡ്ക കുപ്പി തിരികെ വെച്ചു.
ജഡം അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് നടന്നു. നിക്കോളായുടെ ജഡം പോലീസ് കണ്ടെത്തണം, അതായിരുന്നു അവൻ്റെ ആവശ്യം. അതുവഴി ഇത്രയും കാലം കൊണ്ട് കാണാതായവർക്ക് എന്തു സംഭവിച്ചുവെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. പോലീസിൻ്റെ ശ്രദ്ധയായിരുന്നു അവന് വേണ്ടത്. അതിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നില്ല. 2005 ഒക്ടോബർ 15 ശനിയാഴ്ച ബിറ്റ്സ പാർക്കിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു മോസ്കോ പോലീസ് സേനയിലെ ഓഫീസർ ഡെന്നിസ് ബെൻക്. കുറേ കാലമായിട്ട് ഈ പാർക്കിൽ നടക്കുന്ന ദുരൂഹമായിട്ടുള്ള തിരോധാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനും അറിയാം. പതിവില്ലാതെ വനത്തിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഇടതൂർന്ന വനത്തിലൂടെ നടക്കുമ്പോൾ സ്വന്തം ശ്വാസം അയാൾക്ക് തന്നെ ഉച്ചത്തിൽ കേൾക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ മുൻപോട്ട് പോകവേ ദൂരെയായിട്ട് എന്തോ ഒന്ന് കിടക്കുന്നത് ഡെന്നിസിൻ്റെ കണ്ണിൽപ്പെട്ടു. അതിനോട് അടുക്കും തോറും കാണുന്ന കാഴ്ച അയാളെ ഞെട്ടിച്ചു. ഒരു പോലീസ് ഓഫീസറായ ഡെന്നിസിനെ സംബന്ധിച്ച് അയാൾ നിരവധി കുറ്റകൃത്യങ്ങൾ കണ്ടവനാണ്. പക്ഷേ ഇപ്പോൾ കണ്ട കാഴ്ച അയാളെ വിറപ്പിച്ചു കളഞ്ഞു. ഒരു പുരുഷന്റെ ജഡം ഒരു കുറ്റിക്കാട്ടിൽ മുഖം അമർത്തി കിടക്കുന്നു. കുറച്ചുകൂടി അടുത്തപ്പോഴാണ് ക്രൈം സീൻ കൂടുതൽ വ്യക്തമായത്. തലയോട് തകർന്ന ഒരാൾ മരിച്ചു കിടക്കുന്നു. ആ മനുഷ്യന്റെ തലയുടെ പിന്നിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഗ്ലാസ് പോലെ എന്തോ. ഒരു വോഡ്ക കുപ്പിയായിരുന്നു അത്. കൊലയാളി ജഡത്തിന്റെ തലയ്ക്ക് പിന്നിൽ അത് അടിച്ചു തറച്ചു വെച്ചിരിക്കുന്നു. തലയുടെ പിൻഭാഗം അടിയേറ്റ് ഛിന്നഭിന്നമായിട്ട് കാണപ്പെട്ടു. അതോടെ ഒരു സൈക്കോ കൊലയാളിയാണ് ഇവിടെ നടക്കുന്ന തിരോധാനങ്ങൾക്ക് പിന്നിലെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ പോലീസിന് അന്വേഷണം എങ്ങും എത്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ സംഭവം നടന്ന് കൃത്യം 1 മാസം കഴിഞ്ഞു. 2005 നവംബറിൽ പിജുഷ്കിൻ തൻ്റെ 41ാമത്തെ ഇരയായ 63 വയസ്സുള്ള നിക്കോളായ് സഗർചെങ്കോയെ വനത്തിൽ വെച്ച് കണ്ടുമുട്ടി. തികച്ചും നാടകീയമായൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. വിരമിച്ച ഒരു പോലീസുകാരനായിരുന്നു അയാൾ. ബിറ്റ്സ പാർക്കിൽ ഒരു കൊലയാളി ഉണ്ടെന്നും അടിക്കടി ആളുകൾ കാണാതെ പോകുന്ന കാര്യവുമെല്ലാം അയാൾക്കറിയാം. ഒരു ദിവസം അമിതമായിട്ട് മദ്യപിച്ച നിക്കോളായ് ഒരു മണ്ടൻ തീരുമാനമെടുത്തു. അജ്ഞാതനായ കൊലയാളിയെ താൻ കയ്യോടെ പിടിക്കും. തനിക്ക് ആരെയും ഭയമില്ലെന്നും വീമ്പിളക്കി അയാൾ നേരെ വനത്തിലേക്ക് കയറി. അതിനുശേഷം എന്തു സംഭവിച്ചു എന്നുള്ളത് അജ്ഞാതമാണ്. അടുത്ത ദിവസം വനത്തിൽ നിക്കോളായെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അയാളുടെ തലയോട് അടിച്ചു തകർത്ത് ഒരു വോഡ്ക കുപ്പി തറച്ചു വെച്ചിരുന്നു. പിന്നീടാണ് തൻ്റെ ഇര ഒരു പോലീസുകാരനാണെന്ന് പിജുഷ്കിൻ അറിഞ്ഞത്. 2005 ഡിസംബറിൽ അയാൾ അടുപ്പിച്ചടുപ്പിച്ച് 5 പേരെ കൂടി കൊന്നു. അവരുടെ എല്ലാം തലയുടെ പിന്നിൽ ഒരു വോഡ്ക കുപ്പിയോ അല്ലെങ്കിൽ വടിയോ കുത്തി നിർത്തി. മഞ്ഞ് മൂടിയ പാർക്കിൽ പലയിടത്തായിട്ട് അവയെല്ലാം ഉപേക്ഷിച്ചു. പോലീസ് ഈ ജഡങ്ങൾ കണ്ടെത്തണം, അതായിരുന്നു പിജുഷ്കിന് വേണ്ടത്. അവൻ വിചാരിച്ചതുപോലെ ആ വർഷത്തെ ക്രിസ്മസിന് മുൻപ് പോലീസ് ആ ജഡങ്ങൾ കണ്ടെത്തി. മോസ്കോ നഗരം ഭീതിയിലായി. ബിറ്റ്സ പാർക്കും പരിസരവും നടുങ്ങി വിറച്ചു. അതോടെ ഈ വാർത്ത ദേശീയ തലത്തിൽ ഇടം പിടിച്ചു. പിജുഷ്കിൻ ആഗ്രഹിച്ചതുപോലെ ലോകമെമ്പാടും ഇത് ചർച്ച ചെയ്യപ്പെട്ടു. മോസ്കോയിലെ അജ്ഞാതനായ സീരിയൽ കില്ലറെ മാധ്യമങ്ങൾ ബിറ്റ്സ പാർക്ക് മാനിയാക്ക് എന്ന് വിളിച്ചു. 2006 ആയപ്പോഴേക്കും തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുവാനായിട്ട് ഇനിയും തനിക്ക് ധാരാളം കൊലകൾ നടത്തേണ്ടതുണ്ടെന്ന് അവന് മനസ്സിലായി. എത്രയും വേഗം 64 കളങ്ങളും നിറയ്ക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ആ വർഷം പകുതിയായപ്പോൾ കുറഞ്ഞത് 5 പേരെ കൂടി അയാൾ കൊന്നുവെന്ന് കരുതപ്പെടുന്നു. 2006 ഫെബ്രുവരിയിൽ പ്രോസിക്യൂട്ടർ ജനറലിന്റെ നിർദ്ദേശപ്രകാരം മോസ്കോയിലെ സീനിയർ ഡിറ്റക്റ്റീവ് ആൻഡ്രേ ഈ കേസ് ഏറ്റെടുത്തു. കൊലയാളിയെക്കുറിച്ചൊരു തുമ്പുമില്ലായിരുന്നു. ക്രൈം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ഫിംഗർ പ്രിന്റോ DNA അങ്ങനെ തുടങ്ങി ഒന്നും കിട്ടിയിട്ടില്ല. ഇരകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം പൊതുവായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അവരുടെ എല്ലാം തലയോട്ടികൾ ഒരു ചുറ്റിക ഉപയോഗിച്ചാണ് തകർത്തത്. കൊല്ലപ്പെട്ടവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അന്വേഷണം വളരെ പതുക്കെയാണ് നീങ്ങിയത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് 2006 ജൂണിൽ സീരിയൽ കില്ലർ പിടിയിലായി. ആദ്യമായിട്ട് പിജുഷ്കിൻ വലിയൊരു തെറ്റ് ചെയ്തു. പക്ഷെ അതിനെ മണ്ടത്തരമെന്ന് പറയുവാനായിട്ട് കഴിയില്ല. അവൻ വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തൊരു തെറ്റായിരുന്നു ഇത്. ഈ കളി ഇതിനോടകം പിജുഷ്കിൻ മടുത്തിരുന്നു. ഇതിനൊരു അവസാനം വേണമെന്ന് അവൻ തീരുമാനിച്ചു. പിജുഷ്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചതുരംഗ കളിയിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ത്യാഗം. നമുക്കറിയാം, ചെസ് കളിക്കുമ്പോൾ മനഃപൂർവ്വം നമ്മളൊരു പ്രധാനപ്പെട്ട കരു എതിരാളിക്ക് ഇട്ടുകൊടുക്കാറുണ്ട്. അതിലും മൂല്യമുള്ള മറ്റൊരു കരു നേടിയെടുക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെയും അതായിരുന്നു അവൻ ചെയ്തത്. പിജുഷ്കിൻ തൻ്റെ ജീവിതം നിസ്സാരമായിട്ട് വലിച്ചെറിഞ്ഞു. പകരം അവൻ താൻ ആഗ്രഹിച്ച പ്രശസ്തി നേടിയെടുത്തു. 2006 ജൂൺ നേരം ഉച്ച കഴിഞ്ഞു. പിജുഷ്കിൻ താൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലെ ഷിഫ്റ്റ് പൂർത്തിയാക്കി. അവൻ വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് തയ്യാറെടുത്തു. ആ സമയം അതേ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന അവൻ്റെ സഹപ്രവർത്തകയും 36 വയസ്സുമുള്ള മറീന മോസ്കോയും വീട്ടിലേക്ക് പോകുവാനായിട്ട് തുടങ്ങുകയായിരുന്നു. ഇരുവരും പരസ്പരം പതുപോലെ സംസാരിച്ചു. ഇന്ന് തൻ്റെ കൂടെ പാർക്കിൽ നടക്കുവാനായിട്ട് വരുന്നുണ്ടോ എന്ന് അവൻ അവളോട് ചോദിച്ചു. ശരിക്കും അതൊരു ഡേറ്റിങ്ങിനുള്ള ക്ഷണമായിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം അവൾക്ക് വേറെയും ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ നമുക്ക് പോകാമെന്നൊരു പുഞ്ചിരിയോടെ മറീന പറഞ്ഞു. പിറ്റേ ദിവസം തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങുവാൻ നേരം ഇന്നലെ പിജുഷ്കിന് കൊടുത്ത വാക്ക് അവൾ ഓർത്തു. ആ നിമിഷം അവളുടെ മനസ്സിൽ എന്തോ ഒരു അരുതായിക തോന്നി. ഒന്നും ശരിയല്ല, എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്നൊരു തോന്നൽ. അലക്സാണ്ടറെ അവൾക്ക് വളരെ കാലമായിട്ടറിയാം. ഇരുവരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള അവനെ ഭയപ്പെടുവാനായിട്ട് അവൾക്ക് യാതൊരു കാരണവുമില്ല.
എന്നിട്ടും അവൾക്ക് ഉള്ളിലൊരു പേടി തോന്നി. ഒരു പക്ഷേ ബിറ്റ്സ പാർക്കിൽ അലഞ്ഞു തിരിയുന്ന സൈക്കോ സീരിയൽ കില്ലറിന്റെ കഥകൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഈ തോന്നലുണ്ടായത്. അന്ന് തൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങും മുൻപ് അവൾ മകനൊരു കുറിപ്പ് എഴുതി വെച്ചു. താൻ ഇന്ന് അലക്സാണ്ടർ പിജുഷ്കിൻ്റെ കൂടെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോവും. എന്നിട്ട് അവൻ്റെ ഫോൺ നമ്പറും ആ കുറിപ്പിൽ എഴുതി വെച്ചു. ജോലിക്ക് ശേഷം മറീനയും പിജുഷ്കിനും പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി. സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. നല്ല വെയിലുണ്ട്. ഇരുവരും സംസാരിച്ചുകൊണ്ട് വനത്തിലെ ഇടുങ്ങിയ പാതയിലൂടെ വളരെ ദൂരം നടന്നു. സൂര്യൻ മറയുവാൻ തുടങ്ങി. അലക്സാണ്ടറും മറീനയും ബിർച്ച് മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത് വന്നു. സമീപത്തെങ്ങും ആരുമില്ല. അവർ നിരവധി ബീറുകൾ കുടിച്ചു. ആ സമയത്തും മറീനയുടെ മനസ്സിൽ നിന്നും ഭയം വിട്ടു മാറിയിരുന്നില്ല. ഇതിനിടയിൽ മറീന താൻ തൻ്റെ മകൻ എഴുതി വെച്ച കുറിപ്പിനെക്കുറിച്ച് അവനോട് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവളത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയോ അല്ലെങ്കിൽ പിജുഷ്കിൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ലെന്ന് തോന്നുകയോ ചെയ്തിരിക്കാം. ഈ വിവരമറിഞ്ഞ പിജുഷ്കിന് മുൻപിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ മറീനയെ കൊല്ലാം, അല്ലെങ്കിൽ വെറുതെ വിടാം. കാരണം മറീനെ കാണാതായാൽ പോലീസ് ആദ്യം സംശയിക്കുന്ന വ്യക്തി പിജുഷ്കിനായിരിക്കും. അവൾ മകൻ എഴുതി വെച്ച കത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചവർ അവനിലേക്ക് എത്തും. കാരണം ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവുകളാണ്. മറിച്ച് അവളെ വെറുതെ വിട്ടാൽ തന്നെ ആരും സംശയിക്കില്ല. ഇതേ കൊലപാതകവുമായിട്ട് പഴയതുപോലെ മുൻപോട്ട് പോവാം. മറീനയെ കൊല്ലുന്നത് സ്വയം കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് അവന് വ്യക്തമായിട്ടും അറിയാം. എന്നിട്ടും അവൻ അവളെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ ഉള്ളിൽ നുരതുപ്പുന്ന കൊലയാളിയെ അടക്കി നിർത്തുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ പിജുഷ്കിൻ ഇങ്ങനെ ചിന്തിച്ചു കാണും. വർഷങ്ങളോളം അവൻ കൊലകൾ നടത്തി. എല്ലാം ഒരു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു. പ്രശസ്തനാകണം, ആൻഡ്രോ ചിക്കാറ്റലോയുടെ കിൽ കൗണ്ട് ബ്രേക്ക് ചെയ്യണം, റഷ്യയിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ ആവണം, ജനങ്ങൾ തന്നെ അറിയണം. ഇതുവരെയും പോലീസിന് തന്നെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാണാതായവർ മറ്റെവിടേക്കെങ്കിലും താമസം മാറുകയോ ഒളിച്ചോടുകയോ ചെയ്തതായിരിക്കുമെന്ന് പോലീസ് അനുമാനിച്ചു. അപൂർവമായിട്ട് കണ്ടെത്തിയ ജനങ്ങളാവട്ടെ അപകട മരണം എന്നെഴുതി അവർ കേസ് അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് അതിനുശേഷം കൊന്നവരെ പരസ്യമായിട്ട് അവൻ ഉപേക്ഷിച്ചത്. അതും തൻ്റെ സൈൻ അവശേഷിപ്പിച്ചുകൊണ്ട്. ഒരു സീരിയൽ കില്ലർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ വേണ്ടി. തനിക്ക് വേണ്ടത് പ്രശസ്തിയാണ്. അത് കിട്ടുവാനായിട്ട് ഇരുട്ടിൽ മറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ലോകം തന്നെ അറിയണമെങ്കിൽ താൻ പിടിയിലായേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് ചില ത്യാഗം സഹിക്കേണ്ടി വരും. അതിനുള്ള സമയമായിരിക്കുന്നു. മറീന പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ അപ്രതീക്ഷിതമായിട്ട് അവളുടെ തലയിൽ ചുറ്റിയോണ്ട് ആഞ്ഞടിച്ചു. അവൾ മരിക്കും വരെ അത് നിർത്തിയില്ല. അവൻ്റെ കയ്യിൽ അപ്പോൾ വോഡ്ക കുപ്പി ഇല്ലായിരുന്നു. അതുകൊണ്ടൊരു വലിയ വടിയെടുത്ത് അവളുടെ തലയോട്ടിയുടെ പിൻഭാഗത്തുള്ള മുറിവിലേക്ക് തള്ളിക്കയറ്റി. പിന്നെ വീട്ടിലേക്ക് നടന്നു. അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയാം. അതിനുവേണ്ടി അലക്സാണ്ടർ കാത്തിരുന്നു. രാത്രി ഏറെയായിട്ടും തൻ്റെ അമ്മ വീട്ടിൽ എത്താത്തത് കൊണ്ട് പരിഭ്രാന്തനായ മറീനയുടെ മകൻ അവൾ എഴുതി വെച്ച കുറിപ്പിൽ നിന്നും അലക്സാണ്ടറിൻ്റെ നമ്പർ എടുത്ത് അയാളെ വിളിച്ചു. എന്നിട്ട് തൻ്റെ അമ്മ എവിടെയെന്ന് അന്വേഷിച്ചു. പിജുഷ്കിൻ്റെ മറുപടി അമ്പരപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് അവൻ ആ കുട്ടിയോട് പറഞ്ഞത്. പിന്നെ ഫോൺ വേഗം കട്ട് ചെയ്തു. മറീനയുടെ മകൻ വേഗം പോലീസിൽ ഈ കാര്യം അറിയിച്ചു. അവർ പാർക്കിൽ തിരച്ചിൽ തുടങ്ങി. ഈ തിരച്ചിലിൽ ഇന്നുവരെയും കണ്ടെത്തുവാൻ കഴിയാത്ത 12 മനുഷ്യരുടെ ജഡങ്ങൾ കൂടി അവർക്ക് കിട്ടി. മൊത്തം 13 ജഡങ്ങൾ. ബിറ്റ്സ പാർക്ക് യഥാർത്ഥത്തിൽ ഒരു ശ്മശാനമായിരുന്നു. ശവങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന വലിയൊരു ശ്മശാനം. അവർക്ക് അധികം നേരം തിരച്ചിൽ നടത്തേണ്ടി വന്നില്ല. ജൂൺ 14 പോലീസ് മറീനയുടെ ജഡം കണ്ടെത്തി. കൊലയാളിയിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കൂടി അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മറീനയുടെ പോക്കറ്റിൽ നിന്നും പോലീസ് ഒരു മെട്രോ ടിക്കറ്റ് കണ്ടെത്തി. ആ ടിക്കറ്റ് ഉപയോഗിച്ച സമയം അതിൽ രേഖപ്പെടുത്തിയിരുന്നു. അവർ ആ സമയത്തെ CCTV ഫൂട്ടേജ് പരിശോധിച്ചു. അപ്പോൾ മറീനയും അലക്സാണ്ടർ പിജുഷ്കിനും ഒരുമിച്ച് നടന്നു പോകുന്ന ദൃശ്യം കിട്ടി. 2006 ജൂലൈ 16 പാതിരാത്രി സമയം. പിജുഷ്കിനും കുടുംബവും ഉറങ്ങുവാനായിട്ട് തയ്യാറെടുക്കുന്നു. പെട്ടെന്ന് വാതിലിൽ അതിശക്തമായിട്ട് ആരോ മുട്ടി. നതാഷ വാതിൽ തുറന്നു. പൊടുന്നനെ സായുധരായ ഒരു സംഘം പോലീസ് ഓഫീസർമാർ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറി. നതാഷ ഞെട്ടിപ്പോയി. ഒരു പോലീസ് ഓഫീസർ അവരോട് സമീപത്ത് നടന്നൊരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് പിജുഷ്കിനെ തങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് അവനെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അവൻ ശാന്തനായിരുന്നു. അവരെ എതിർത്തില്ല. പിജുഷ്കിനെയും കൊണ്ട് പോലീസ് വീടിന്റെ പടി ഇറങ്ങുമ്പോൾ പരിഭ്രാന്തരായ അയൽക്കാരുടെ ജനാലയിലെ തിരശ്ശീലകൾ ഇളകി. അവർക്കും ഒന്നും മനസ്സിലായില്ല. അവിടെ നിന്നും പോകും മുൻപ് പോലീസ് എന്തിനാണ് അവനെ അറസ്റ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നൊരു റിപ്പോർട്ട് നതാഷയ്ക്ക് കൊടുത്തു. അത് വായിച്ച് അവർ തളർന്ന് സോഫയിലേക്ക് വീണു. ആ അപ്പാർട്ട്മെന്റ് അടിച്ചു പെറുക്കിയ പോലീസിന് ഒരു ചെസ് ബോർഡ് കിട്ടി. അതിലെ 64 കളങ്ങളിൽ 63 എണ്ണം അവൻ മാർക്ക് ചെയ്തിരുന്നു. ജീവിത ലക്ഷ്യത്തിൽ എത്തുവാനായിട്ട് അവന് ഒരു കളം കൂടി മതിയായിരുന്നു. ഈ ചെസ് ബോർഡ് വാസ്തവത്തിൽ എങ്ങനെയായിരുന്നു എന്നതിന് പല റിപ്പോർട്ടുകളുണ്ട്. ചില ലേഖനത്തിൽ പറയുന്നത് ഓരോ കൊലയ്ക്ക് ശേഷവും അവൻ ഓരോ ചതുരത്തിലും ഒരു കുരിശോ അല്ലെങ്കിൽ ഒരു നാണയമോ ഒട്ടിച്ചു വയ്ക്കുമെന്നാണ്. വേറെ ചില ആർട്ടിക്കിളുകളിൽ കാണുന്നത് ഓരോ കളത്തിലും നമ്പർ എഴുതുമായിരുന്നു എന്നാണ്. വേറെ ചിലർ പറയുന്നത് ഓരോ കളത്തിലും ഇരകളുടെ പേരെ എഴുതിയിരുന്നു എന്നാണ്. ഇത്രയും ചെറിയ ഒരു അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ചെസ് ബോർഡ്
വീട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ അവൻ എങ്ങനെ സൂക്ഷിച്ചു എന്നതാണ് അത്ഭുതം. ചിലപ്പോൾ അവൻ്റെ അമ്മയോ സഹോദരിയോ അളിയനോ അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ആ ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും, അതേക്കുറിച്ച് ചിന്തിച്ചും കാണും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കില്ല. സീരിയൽ കില്ലർമാർ തൻ്റെ ഇരകളുടെ വസ്തുക്കൾ എടുത്ത് ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നത് സാധാരണമാണ്. പലരും ഇരയുടെ വസ്ത്രങ്ങൾ, സ്വകാര്യ വസ്തുക്കൾ, എന്തിനേറെ ശരീരഭാഗങ്ങൾ പോലും ട്രോഫികളായിട്ട് സൂക്ഷിച്ച ചരിത്രമുണ്ട്. FBI എലൈറ്റ് സീരിയൽ ക്രൈം യൂണിറ്റ് 1995 പുറത്തിറക്കിയ മൈൻഡ് ഹണ്ടർ എന്ന പുസ്തകത്തിൽ FBI ഏജന്റുമാരായ ജോൺ ഡഗ്ലസും മാർക്ക് ആൾ ഷാക്കറും ഇതിനുള്ള കാരണവും പറയുന്നുണ്ട്. ഇര മരിച്ചതിനു ശേഷവും ആ മൃതദേഹം അടക്കം ചെയ്തതിനു ശേഷവും ചില കൊലയാളികളുടെ ആവേശം അടങ്ങില്ല. കൊല നടത്തിയ സമയത്ത് അയാൾക്കുണ്ടായ ഹൈ വീണ്ടും കിട്ടുവാനായിട്ട് അവരിൽ നിന്നും ശേഖരിച്ച് ഇത്തരം വസ്തുക്കൾ അവരെ സഹായിക്കും. അതിനു മുൻപിൽ നിൽക്കുന്ന സമയത്ത് അന്ന് നടന്ന കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ഓർമ്മിക്കും. അവർ സങ്കല്പത്തിൽ ആ കൊല ചെയ്ത സമയത്ത് താൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അതിനു മുൻപിൽ നിന്നുകൊണ്ട് അഭിനയിക്കും. വീണ്ടും വീണ്ടും ക്രൈം ചെയ്യുവാനായിട്ട് ഇതവരെ പ്രേരിപ്പിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. തൻ്റെ ചെസ് ബോർഡ് ഓരോ തവണ കാണും തോറും പിജുഷ്കിൻ ആ ആത്മനിർവൃതി വീണ്ടും വീണ്ടും അനുഭവിക്കുകയായിരുന്നു. പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് വളരെ വ്യക്തമായി. അവർക്ക് മുൻപിൽ താൻ എങ്ങനെയാണ് ഓരോരുത്തരെയും കൊല ചെയ്തത് എന്ന് അലക്സാണ്ടർ ആവേശത്തോടെ അഭിനയിച്ച് കാണിച്ചു. ആദ്യമൊന്നും അയാൾ അവരോട് സംസാരിക്കുവാനായിട്ട് തയ്യാറായില്ല. പക്ഷേ പിജുഷ്കിൻ്റെ സ്വഭാവം വ്യക്തമായിട്ടും മനസ്സിലാക്കിയ ഓഫീസർമാർ ഇവിടെ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഇതുപോലെ നിരവധി ആളുകളെ കണ്ടവരാണ് അവർ. അതുകൊണ്ട് സത്യം അവൻ്റെ വായിൽ നിന്നും എങ്ങനെ കക്കിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചില കൊലയാളികൾ പ്രശംസയും പുകഴ്ത്തലും ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഒന്ന് പുകഴ്ത്തി വിട്ടാൽ മാത്രം മതിയാവും കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരുവാൻ. പിജുഷ്കിനാവട്ടെ താൻ മറ്റുള്ളവരെക്കാളും വലിയവനാണെന്നും ദൈവതുല്യനാണെന്നും സ്വയം വിശ്വസിച്ചിരുന്നു. ഓഫീസർമാർ അവനോട് ഇങ്ങനെ പറഞ്ഞു: നീ വലിയ സംഭവമാണ്, ഞങ്ങളെ നീ വട്ടം കറക്കി. നീ ചരിത്രം കണ്ട ഏറ്റവും ബുദ്ധിമാനായ സീരിയൽ കില്ലറാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാലും എങ്ങനെയാണ് ആർക്കും സംശയം തോന്നാതെ നീ ഇത്രയും കൊലകൾ ചെയ്തത്? എന്തായാലും നിന്റെ ആ കഴിവ് ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നീ അവരെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിന്റെ വായിൽ നിന്നും അറിയുവാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. ഇത് കേട്ടതും അവൻ്റെ മുഖം തെളിഞ്ഞു. മറ്റുള്ളവർ തന്നെ ഒരു ഹീറോയെ പോലെ കാണുവാനായിട്ട് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതാണ് പോലീസ് ഓഫീസർമാർ മുതലാക്കിയത്. പോലീസിന് അവനെ ഒട്ടും വേദനിപ്പിക്കേണ്ടി വന്നില്ല. പിജുഷ്കിൻ കുറ്റം സമ്മതിച്ചു. ഇതിനോടകം ബിറ്റ്സ പാർക്കിൽ നിന്നും കണ്ടെടുത്ത 13 പേരെയും താൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് അവരെ താൻ എങ്ങനെയാണ് കൊന്നതെന്ന് അഭിനയിച്ച് കാണിച്ചു. ആ സമയത്ത് അവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ഓഫീസർമാർ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ അടുത്ത വെളിപ്പെടുത്തൽ നടത്തി, അതും അഭിമാനത്തോടെ. താൻ ഈ 13 ആളുകളെ മാത്രമല്ല കൊന്നത്, എണ്ണം അതിലും കൂടുതലാണ്. 60-ലധികം ആളുകളെ താൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് വർഷങ്ങൾ കൊണ്ട് അഴുക്കുചാലിൽ അനേകം ആളുകളെ താൻ കൊന്ന് വലിച്ചെറിഞ്ഞ കഥ അയാൾ വെളിപ്പെടുത്തി. പിന്നെ അവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും, ഏതു വർഷമാണ് അവരെ ഇല്ലാതാക്കിയത് എന്നും തുടങ്ങി സകല കാര്യങ്ങളും പറഞ്ഞു. അവൻ അതെല്ലാം നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതേ തുടർന്ന് ബിറ്റ്സ പാർക്കിലേക്ക് ഡസൻ കണക്കിന് തവണ അവനെയും കൊണ്ട് പോലീസ് സഞ്ചരിച്ചു. എവിടെ വെച്ചാണ് താൻ ഓരോരുത്തരെയും കൊന്നത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് തുടങ്ങി സകല കാര്യങ്ങളും ഡമ്മി ഉപയോഗിച്ച് അവൻ കാണിച്ചു കൊടുത്തു. പോലീസ് ഇതെല്ലാം വീഡിയോ ടേപ്പിൽ പകർത്തി. മാസങ്ങൾ നീണ്ടുപോയി ഈ നടപടികൾ പൂർത്തിയാകുവാൻ. അവസാനം അവർക്ക് ആവശ്യമായ സകല തെളിവുകളും കിട്ടി. 48 കൊലപാതകവും 3 കൊലപാതക ശ്രമവും അവൻ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ പോലീസിൻ്റെ ഈ കണ്ടെത്തൽ പിജുഷ്കിനെ നിരാശനാക്കിയെന്ന് വേണം പറയുവാൻ. താൻ 48 പേരെയല്ല 60 പേരെ കൊന്നിട്ടുണ്ടെന്ന് അവൻ അവരോട് തർക്കിച്ചു. അവരത് അംഗീകരിച്ചില്ല. കാരണം അതിനുവേണ്ട തെളിവുകളില്ലായിരുന്നു. 2007 സെപ്റ്റംബർ 13 മോസ്കോയിൽ ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. 6 ആഴ്ചയാണ് കോടതി നടപടികൾ നീണ്ടുപോയത്. ഒരു ഗ്ലാസ് ചേംബറിലാണ് അവനെ കോടതിയിൽ ഹാജരാക്കിയത്. അവൻ്റെ മുഖത്ത് ഒരു കുറ്റബോധവുമില്ലായിരുന്നു, മറിച്ച് സന്തോഷവാനായിട്ട് കാണപ്പെട്ടു. കോടതിയിലും വളരെ നാടകീയമായിട്ട് ഓരോ കൊലയും അവൻ അഭിനയിച്ച് കാണിച്ചു. അവൻ കോടതിയെ പരിഹസിച്ചു. പിജുഷ്കിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന് ജീവൻ കൊടുക്കുന്നത് ദൈവമാണ്, അതെടുക്കുന്നത് ഞാനും. ഞാൻ ദൈവതുല്യനാണ്. അവരെയെല്ലാം ജീവിത ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാനാണ് എൻ്റെ വിധികർത്താവ്. ഞാൻ ആരാകണമെന്ന് ആഗ്രഹിച്ചോ അത് ഞാനായി. 2007 ഒക്ടോബർ 24 33 വയസ്സുള്ള അലക്സാണ്ടർ പിജുഷ്കിൻ 48 കൊലപാതകവും 3 കൊലപാതക ശ്രമവും നടത്തിയെന്ന് കോടതി കണ്ടെത്തി. ഈ വിധിക്ക് ശേഷവും അവൻ തർക്കിച്ചുകൊണ്ടേയിരുന്നു. കോടതിക്ക് തെറ്റുപറ്റി. 48 അല്ല 60 പേരെ താൻ കൊന്നിട്ടുണ്ട്. എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട 12 പേരെ നിങ്ങൾ അവഗണിക്കുന്നത് ഒട്ടും ന്യായമല്ല. അത് അവരോടും എന്നോടും ചെയ്യുന്ന നീതികേടാണ്. ഇവിടെ അവസാന നിമിഷം അയാൾ തോറ്റുപോയെന്ന് പറയാം. 52 കൊലകൾ നടത്തിയ ആൻഡ്രേ ചിക്കാറ്റിലോയുടെ കിൽ കൗണ്ടർ മറികടക്കുക എന്നതായിരുന്നു അവൻ്റെ ജീവിതാഭിലാഷം. അതുവഴി റഷ്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ ആകുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അതാണ് നടക്കാതെ പോയത്.
അതോർത്ത് പിജുഷ്കിൻ വളരെ നിരാശനായി. ജീവപര്യന്തം തടവിനാണ് കോടതി അയാളെ ശിക്ഷിച്ചത്. അതിൽ 15 വർഷം ഏകാന്ത തടവിൽ കഴിയണം. സൈബീരിയയിലെ പോളാർ ഔൾ എന്ന അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് അവനെ മാറ്റി. പൂർത്തിയാക്കുവാൻ കഴിയാത്ത തൻ്റെ ചതുരംഗ പലകയുടെ ഓർമ്മകളും പേറി ഇന്നും അവനവിടെ കഴിയുന്നു. ജയിലിൽ വെച്ച് അയാളെ പലരും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പിജുഷ്കിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ പുറത്തു വിട്ടാൽ ഞാൻ ഇനിയും കൊലകൾ ചെയ്യും. ഇത്രയും കൊലകൾ ചെയ്ത ഇവനെ എന്തുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചില്ല എന്ന ചോദ്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വധശിക്ഷ റഷ്യയിൽ നിർത്തലാക്കിയിരുന്നു. അതാണ് അവനെ രക്ഷിച്ചത്. സീരിയ കില്ലർ അലക്സാണ്ടർ യൂറിയോവിച്ച് പിജുഷ്കിൻ്റെ കഥ ഇവിടെ തീരുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം.